ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ മുഹ്സിൻ റഷീദ് ഫ്രം കാലിക്കറ്റ്. കഴിഞ്ഞ വീഡിയോസിൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും അതിന്റെ നോട്ട്സുകളും അതുപോലെ തന്നെ ട്രേഡിങ്ങിനെ കുറിച്ചും അതിന്റെ നോട്ട്സുകളും നമ്മൾ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീമിയം സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിലെങ്ങനെ വിവിധ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ലോങ് സ്വിംഗ് ട്രേഡ് ആണ്. അത് 3 വർഷത്തേക്കാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേത് മിഡ് സ്വിംഗ് ട്രേഡ് ആണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്. അത് 1 വർഷത്തേക്കാണ്. ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്നത് ഒരാഴ്ച മുതൽ 1 മാസം വരെ. മറ്റേത് എന്താണ്? ഇൻട്രാഡേ എന്ന് പറയുന്നത് ഒരു ദിവസത്തിന്റെ അകത്ത് തന്നെ നമ്മളിപ്പോൾ 1,00,000 രൂപയ്ക്ക് എച്ച് യു എൽ മേടിച്ചുകൊണ്ട് അന്നത്തെ ദിവസം തന്നെ 1,10,000 വിൽക്കുന്നു. അത് നമുക്ക് ഇൻട്രാഡേ ചാർജേ ആവുള്ളൂ അല്ലേ? അതിനാണ് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുക. ഒരു ദിവസത്തിന്റെ അകത്ത് നടക്കുന്നത്. അത് ലിവറേജിലും ചെയ്യാം. പക്ഷെ പുതിയ ആളുകൾ ചെയ്യാതിരിക്കുക അങ്ങനെ. അപ്പോൾ എന്താണ് ടോട്ടൽ ഫൈനൽ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് ട്രേഡിംഗ്? എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? വളരെ സിമ്പിളാണ് സുഹൃത്തുക്കളെ. സ്മാർട്ട് മണിയുടെ ബൈയിങ്ങിനെയും സെല്ലിങ്ങിനെയും ഫണ്ടമെന്റലിലൂടെ ചാർട്ട് കാണുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുക. അതിൽ 2 ഗ്രൂപ്പാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് പ്രീമിയം പ്രൈസ് ആക്ഷൻ ആണ്. രണ്ടാമത്തെ എലിയോഡ് നിയോ തിയറിയാണ്. ലോകം മുഴുവൻ ഇതേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ് മുൻകൂട്ടി നമുക്ക് ഇപ്പൊ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ 500-ന്ന് 2,500 അല്ലെങ്കിൽ പുറത്തുള്ള സുഹൃത്തുക്കൾ കണ്ടുപിടിക്കുന്ന ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൽ ഒത്തിരി കാര്യങ്ങൾ സ്റ്റോക്കുകളിൽ പ്രീമിയം സ്റ്റോക്കുകളുണ്ട്. അത് നിലവാരമുള്ള സ്റ്റോക്കുകളെ നമ്മൾ പ്രീമിയം സ്റ്റോക്കുകൾ എന്ന് പറയുക. അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ പ്രീമിയം എഡ്യൂക്കേഷൻ ഉണ്ട്. അത് നിലവാരമുള്ള എഡ്യൂക്കേഷനാണ്. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രീമിയം പ്രൈസ് ആക്ഷനും പ്ലസ് രണ്ടാമത്തെ ഡിഗ്രി ആയ ഈ 2 ഡിഗ്രിയിലാണ് മാർക്കറ്റ് മൊത്തം പോകുന്നത്. മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ടൈം കൗണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ ഈ ഡിഗ്രിയിൽ കടലിലെ വെള്ളം പോലെ ഇത് ടൈം ഫ്രെയിമിൽ ഇങ്ങനെ ട്രേഡ് ടൈം ഫ്രെയിമിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ ഈ സ്ട്രക്ചറിൽ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മാസത്തിൽ ഇതിന്റെ കട്ട കട്ട കട്ടയായിട്ട് മുകളിലോട്ട് പോകുന്നു. അതാണ് നമ്മൾ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ചാർട്ട് വർഷത്തിൽ കുത്തനെ മുകളിലോട്ട് കാണുന്നു. ട്രേഡിംഗ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ന്യൂസ് അടിസ്ഥാനത്തിൽ സ്മാർട്ട് മണിയുടെ ബൈയിങ് സെല്ലിംഗ് അടിസ്ഥാനത്തിൽ ഈ രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇത് നമ്മൾ തുടക്കത്തിൽ പഠിച്ചാണ്. അത് കൂടി ചേർന്നാണ് വലിയ മന്ത്ലി വീക്കിലി ഇയർലി മന്ത്ലിയിൽ വലിയ ടൈം ഫ്രെയിം ആയിട്ട് പോവുക. അപ്പോൾ ഈ 2 സ്ട്രക്ചർ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമേ ലോകത്തിലുള്ള ഇതിൽ തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുക, ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യുക, അതുപോലെ തന്നെ ബിറ്റ്കോയിനിൽ കറൻസി, കമ്മോഡിറ്റി എല്ലാത്തിലും ചെയ്യുക ഇതേ സ്ട്രക്ചറാണ്. പക്ഷേ ഫ്യൂച്ചർ ഓപ്ഷൻ ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സുകളുടെ ചാർട്ട് നോക്കണം. അതുപോലെ തന്നെ സ്റ്റോക്സിന്റെ ചാർട്ട് നോക്കണം. ഒരിക്കലും പ്രീമിയം ചാർട്ട് നോക്കരുത്. ക്ലിയർ ആയല്ലോ? സ്റ്റോക്സിൽ ചെയ്യുമ്പോൾ എക്വിറ്റി ചാർട്ടിൽ ഇതാണ് വരിക. ഓപ്ഷൻ ചാർട്ടിൽ ഇതാണ് വരിക. ഫ്യൂച്ചർ ചാർട്ട് എന്ന് പറയുന്നത് കറൻസി, കമ്മോഡിറ്റിന്റെ എല്ലാം ചാർട്ടുകളിൽ ഇതാണ് സംഭവിക്കുക. അപ്പൊ ക്ലിയർ ആണ്. എല്ലാ ട്രേഡിങ്ങിനും ഇതാണ്. അതാണ് ടോട്ടൽ പറഞ്ഞു വന്ന പോയിന്റ്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് മുൻകൂട്ടി ട്രെൻഡ് മനസ്സിലാക്കുക? തീർച്ചയായിട്ടും അവിടെയാണ് കാൻഡൽസും അതിന്റെ ടാർഗറ്റും വരുന്നത്. ബേസ് ആയിട്ട്. അതിനുശേഷം കാൻഡൽസ് കൂടിച്ചേർന്നതിന്റെ പാറ്റേൺസ്. അതുപോലെ തന്നെ നമ്മൾ പ്രീമിയം പ്രൈസ് ആക്ഷനിൽ പഠിച്ച ഇൻഡിക്കേറ്റേഴ്സ്, ഗ്യാപ്പ് എല്ലാം കൂടി. അതിനുശേഷം വേവ് തിയറിയിലും അതും അതിന്റെ ടാർഗറ്റുകൾ അളക്കുന്ന കാര്യങ്ങളുണ്ട്. പാറ്റേൺസുകൾ എന്നാ പറയുക. അപ്പൊ പ്രീമിയം പ്രൈസ് ആക്ഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ ഞാൻ കാൻഡൽസ് മാത്രമേ എടുക്കുന്നുള്ളൂ. കാൻഡൽസ് ആണ് ഡയറക്ഷൻ കാണിച്ചു തരിക. അതറിയാതെ നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടുന്ന് ഇപ്പോ ബോട്ടം, മിഡിൽ, ടോപ്പ്. അപ്പൊ നമ്മുടെ ടൈം ഫ്രെയിം ഏതാണ്? മെയിൻ ഡേ ടൈം ഫ്രെയിം ആണ്. മുകളിൽ ഏതാണ്? വീക്കിലി, മന്ത്ലി. ഓക്കെ, ക്ലിയർ അല്ലേ? മുകളിൽ വീക്കിലി, മന്ത്ലി. താഴെ എന്താണ്? 1 അവർ 15 മിനിറ്റ്സ്. ഓക്കെ. ഈ ടൈം ഫ്രെയിം എഴുതി വെക്കുക. ഈ എല്ലാ ടൈം ഫ്രെയിമിനെയും ഇപ്പൊ മന്ത്ലി ആയിക്കോട്ടെ, വീക്കിലി ആയിക്കോട്ടെ 1 അവർ 15 മിനിറ്റ്സ് ആയാലും ചാർട്ടിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക ഫസ്റ്റ്. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെക്കുക. ടൈം ഫ്രെയിം കാൻഡിൽസ് സെലക്ട് ചെയ്യുക. 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 ഏരിയയിൽ വരച്ചു. ഇതെന്താണ്? ഇത് ബോട്ടം ഏരിയ ആണ്. ഇത് മിഡിൽ ഏരിയ ആണ്. ഇത് ടോപ്പ് ഏരിയ ആണ്. ഓക്കെ. അപ്പൊ ഈ 3 ഏരിയയിൽ കാൻഡൽസ് പാറ്റേൺസ് വരുമ്പോൾ മാത്രമേ നമുക്ക് എന്തുള്ളൂ? പ്രീമിയം പ്രൈസ് ആക്ഷനിൽ ട്രേഡ് ഉള്ളൂ. ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ഇവിടെ ബെയറിഷ് വരുന്ന സമയത്ത് നമ്മൾ പ്രീമിയം കാൻഡൽസും കൺഫർമേഷൻ കാൻഡിൽ കാണിച്ചു തരും. ഇവിടുന്ന് തിരിച്ചു കയറി പോകുമ്പോൾ ഇത് ഇങ്ങനെ ഇറങ്ങുള്ളൂ അല്ലെ? 1, 2, 3, 4, 5 ആയിട്ട് ഇറങ്ങുള്ളൂ. അത് ബേസ് മറ്റേ കാൻഡൽസ് എന്ന് പറയുന്നത് സോൾ ഓഫ് മാർക്കറ്റും ഇത് സ്ട്രക്ചർ ഓഫ് മാർക്കറ്റും ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിൽ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ സ്ട്രക്ചറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതായത് റേഞ്ച് ബോണ്ടിൽ ചെറിയ ടൈം ഫ്രെയിം നോക്കുമ്പോൾ ഡേയിൽ നോക്കുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങി കൊണ്ടാണ് മാർക്കറ്റ് പോകുന്നത്. പക്ഷെ മന്ത്ലി, ഇയർലി എടുത്ത് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് കുത്തനെ മുകളിലോട്ട് പോകുന്നതാണ് അല്ലെ? അപ്പൊ ഇതാണ് ട്രേഡ് സെറ്റപ്പ്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഉദാഹരണത്തിന് TCS ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയ്യാൻ പോകുന്ന ആയിക്കോട്ടെ. അപ്പൊ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കണം. ബാങ്ക് നിഫ്റ്റിയുടെ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കണം. സ്റ്റോക്സിന്റെയും ഇൻഡെക്സിന്റെയും ഫ്യൂച്ചർ ചെയ്യുമ്പോൾ അതാത് ചാർട്ടുകൾ നോക്കണം. ഓക്കെ. അപ്പൊ അതിൽ ഇങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ ഇതിപ്പോ 1 മിനിറ്റിന്റെ വിലയാണെന്ന് വെച്ചോ. 1 മിനിറ്റ് നേരെ അടുത്തേക്ക് പോകും, 5 മിനിറ്റിലേക്ക് പോകും, 5 മിനിറ്റ് 15 മിനിറ്റിലേക്ക് പോകും.
15 മിനിറ്റ് 1 അവർ, ഡേ, വീക്ക്, മന്ത് അങ്ങനെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ടൈം ഫ്രെയിമിലൂടെ ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല ഒരു ക്യാൻഡിൽസ് 1 മിനിറ്റിൽ വന്നാലോ അത് അതിന്റെ ടാർഗറ്റ് പോകും. ഒരു ഉദാഹരണത്തിന് പല ടാർഗറ്റ് ഉണ്ട്. ഹാമറിന് 5 ടാർഗറ്റ് ആണെങ്കിൽ 1 മിനിറ്റിൽ 5 പോവും. അതുപോലെ തന്നെ 5 മിനിറ്റിൽ 5 പോവും. 15 മിനിറ്റിൽ 5 പോവും. ഒരു മണിക്കൂറിൽ, ഒരു ദിവസം എല്ലാം 5 പോവും. വീക്കിലി, മന്ത്ലി ഒക്കെ പോവും. ഇനി ഈ നമ്മുടെ ഇമ്പൾസിന്റെ കഥ പറയുകയാണെങ്കിലോ, ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്? ഡൗൺ ട്രെൻഡ് ഈ കാണുന്നതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ബേസ് ഫോം. അപ്പൊ ഇത് 1 മിനിറ്റിൽ വന്നാൽ ഇതിങ്ങനെ സംഭവിക്കും. 5 എടുത്തുകൊണ്ടാ മുമ്പോട്ട് പോകും. 1, 2, 3, 4, 5. ഓക്കെ. അതെന്തിനാ പറഞ്ഞു തരുന്നത്? കാരണം ഒന്ന് നിങ്ങൾ ഇവിടെ ബൈ ചെയ്തു. പ്രീമിയം ക്യാൻഡൽസ് നോക്കിക്കൊണ്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായ ടാർഗറ്റ് ഉണ്ട് അല്ലേ? ടാർഗറ്റിൽ എക്സിറ്റ് ആവാം. അത് പാറ്റേൺസിലാണെങ്കിൽ എക്സിറ്റ് ആവാം. അപ്പൊ നിങ്ങൾക്ക് ഇത് എപ്പോഴും ഓർമ്മ വേണം. ഇതിപ്പോ ഒരു ട്രെൻഡ് പോയി കഴിഞ്ഞാൽ ഒരു കറക്ഷൻ വരുന്നുള്ളത്. അത് ഓർത്ത് വെക്കാനാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് മെയിൻ. അതായത് ബാക്ക് ബോൺ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? മെയിൻ എന്ന് പറയുന്നത് എലിയോട്ട് ന്യൂവേവ് തിയറിയാണ്. ഇത് പ്രീമിയം പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ബേസ് ഓഫ് മാർക്കറ്റ്, മറ്റേ സ്ട്രക്ചർ ഓഫ് മാർക്കറ്റ്, മറ്റേത് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ടൈം ഓഫ് മാർക്കറ്റ്. ഇങ്ങനെ 3 ഗ്രേഡിലാണ് നമ്മൾ പഠിക്കുക. ഓക്കെ. അപ്പൊ ഇത് രണ്ടും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതിൽ ഏറ്റവും ടോപ്പ് കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇത് ചെയ്യുന്നത് തന്നെ നമ്മുടെ 2020 മുതൽ 24 വരെ പബ്ലിക്കിൽ ഉള്ള കോളുകൾ, സജഷൻസ് മേടിച്ചുകൊണ്ട് ഫണ്ടമെന്റൽ നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്. ഫണ്ടമെന്റൽ നിങ്ങൾ നോക്കണം. എവിടെ? ചാർട്ടിലൂടെ നോക്കണം. ഒരിക്കലും ROE, ROC പോലുള്ള റേഷ്യൂസ് അല്ലെങ്കിൽ ക്വാർട്ടർ റിസൾട്ട്, ബഡ്ജറ്റ്, 52 വീക്ക് ലോ, അല്ലെങ്കിൽ സ്പ്ലിറ്റ്, ബോണസ് ഇതൊന്നുമല്ല നോക്കേണ്ടത്. ചാർട്ടിലൂടെയാണ് നമ്മൾ ഇത് നോക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് താഴോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ 3 ഏരിയയിലാണ് വരിക. 5 പോയിന്റ് ലെഗ് എടുത്തുകൊണ്ടാണ് താഴോട്ട് വരിക. ഓക്കെ. അപ്പൊ അതൊക്കെ കാണിച്ചു തരുന്ന ആരാണ്? ക്യാൻഡൽസും പിന്നെ നമ്മുടെ വേവ് പാറ്റേണും. പിന്നെ പ്രീമിയം പ്രൈസ് ആക്ഷനിലെ പാറ്റേൺ ഉണ്ട്, വേവ് പാറ്റേണും ആണ് കാണിച്ചു തരിക. എല്ലാം ക്യാൻഡൽസ് ആണ് കാണിച്ചു തരിക. ഓക്കെ. അപ്പൊ ക്യാൻഡൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രീമിയം ക്യാൻഡൽസ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം വരുന്നത് എന്താണ്? പാറ്റേൺസ് ആണ്. പാറ്റേൺസ് വേവിലെ പാറ്റേൺസ്. വേവിലെ പാറ്റേൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരം പാറ്റേൺസ് ആണ്. ഒന്നാമത് ഇതെന്താണ്? ഇതിപ്പോ നമ്മൾ നിഫ്റ്റിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് ഇതാണ്. ഇവിടുന്ന് ഞാൻ പറഞ്ഞു 50% പോകുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഏതൊരു ഇറക്കത്തിനും 50% കയറിയിട്ടേ ഇറങ്ങുള്ളൂ. ക്ലിയർ ആയല്ലോ? ഏതൊരു ഇറക്കത്തിനും 50% കയറിയിട്ടേ ഇറങ്ങുള്ളൂ. അത് എഴുതി വെച്ചോ. അതുപോലെ തന്നെ ഏതൊരു കയറ്റത്തിനും 50% ഇറങ്ങിയിട്ടേ വീണ്ടും മുകളിലോട്ട് കയറുള്ളൂ അല്ലേ? അപ്പൊ ഈ ഇറക്കം കറക്ഷൻ എന്നാ പറയാ. അപ്പൊ ഈ വിലയുടെ മുകളിലോട്ടുള്ള ഇറക്കം അത് താഴോട്ട് വരുമ്പോൾ മുകളിലോട്ടാണ്, കയറിയിട്ടാണ് താഴോട്ട് വരിക അല്ലേ? ഇതാണ് കറക്ഷൻ താഴോട്ട് വരുമ്പോൾ. മുകളിലോട്ട് പോകുമ്പോൾ ഇതാണ് കറക്ഷൻ. അപ്പൊ നമുക്ക് എളുപ്പം ഇതായതുകൊണ്ട് ഇത് പിടിക്കാം. ഈ കറക്ഷൻ എന്ന് പറയുന്നത് 2 തരത്തിലാണ് വരിക. ഒന്നാമത്തെ എന്താണ്? പ്രൈസ് വൈസ് കറക്ഷൻ ആണ്. ഓക്കെ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് പ്രൈസ് വൈസ് കറക്ഷൻ. ഓക്കെ. അതെന്താണ്? വില കൊണ്ടാണ് അത് കറക്റ്റ് ചെയ്യുക. ഇപ്പൊ 1000 രൂപയുള്ള ഒരു സ്റ്റോക്ക് 500ലേക്ക് വരും. 500ലേക്ക് വരും എന്ന് പറഞ്ഞാൽ ടൈം ഫ്രെയിം അനുസരിച്ച്. ഞാൻ പറഞ്ഞില്ലേ കൊറോണയിൽ നമുക്ക് എന്താ കണ്ടേ? 1000 രൂപയുള്ള സ്റ്റോക്ക് 500ലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണ്? അത് 4 വർഷം 5 വർഷം കൂടുമ്പോഴുള്ള കറക്ഷനാണ്. അല്ലെ? അതുകൊണ്ടാണ് ഞാൻ ലോങ് സ്വിംഗ് 3 വർഷത്തേക്ക് പറയുന്നത്. 50% ഇറങ്ങിയിട്ടേ പോവുള്ളൂ. അത് 1 മിനിറ്റ് പോയി കഴിഞ്ഞാലും ടൈം വേസ് കറക്ഷൻ വരും. 1 മിനിറ്റിൽ ഒരു സ്റ്റോക്ക് 10 പോയിന്റ് കയറിയിട്ടുണ്ടെങ്കിൽ 5 പോയിന്റ് കറക്റ്റ് ചെയ്തുകൊണ്ടാണ് അടുത്ത മൂവ് എടുക്കുക. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 1 മിനിറ്റിലാണെങ്കിൽ ഇവിടെ ക്യാൻഡൽസ് ആണ് കാണിച്ചു തരിക. അപ്പൊ നമുക്ക് പ്രീമിയം ക്യാൻഡൽസിന്റെ ടാർഗറ്റ് ട്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ പാറ്റേൺസിന്റെ മുകളിൽ ട്രേഡ് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മളെ ട്രേഡിൽ എക്സിറ്റ് ആവാം. ഇനി വേവ് തിയറിയിൽ ഞങ്ങൾ ട്രേഡ് ചെയ്യുന്നെങ്കിൽ ഇവിടെ ഈ 5 എണ്ണം പോയിരിക്കും. അതിനുശേഷമോ ഈ 5 എണ്ണത്തിൽ 10 പോയിന്റ് ആണ് നമുക്ക് ടാർഗറ്റ് തന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? 50 പോയിന്റ്, അതായത് സോറി 10 പോയിന്റ് ആണ് നമുക്ക് ഇവിടെ 10 പോയിന്റ് ആണ് നമ്മൾ കണ്ട ടാർഗറ്റ് എങ്കിൽ 10 പോയിന്റിൽ എത്തിയതിന് ശേഷം തിരിച്ച് എത്രയിലേക്ക് വരും? 5ലേക്ക് വരും. 5 രൂപയിൽ 5 പോയിന്റിലേക്ക് വരും. വന്നിട്ടാണ് പിന്നെ അടുത്ത മൂവ് എടുക്കുള്ളൂ. ഓക്കെ. ക്ലിയർ അല്ലേ? അപ്പൊ വരുന്ന സമയത്ത് 2 ടൈപ്പ് ആയിട്ടാണ് വരിക. എന്താണ്? ഒന്ന് പ്രൈസ് വൈസ് കറക്ഷൻ ആണ്. പ്രൈസ് വൈസ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, വില കൊണ്ടുള്ള കറക്ഷൻ. മനസ്സിലുണ്ടോ? വില നേരെ കുത്തനെ താഴോട്ട് അങ്ങ് ഇറക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ കറക്ഷൻ കംപ്ലീറ്റ് ആയിട്ടേ പോവുള്ളൂ. അതൊക്കെ നമ്മൾ മുമ്പോട്ട് പഠിക്കും കണ്ടുകൊണ്ട്. ഇതിപ്പോ ഞാൻ സ്റ്റഡി പർപ്പസിൽ ഇതൊക്കെ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് തിയറിന്റേതാണ്. നേരത്തെ പ്രീമിയം പ്രൈസ് ആക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞു. അതിലാണ് പ്രീമിയം പ്രൈസ് ആക്ഷനിലാണ് ഇൻവെസ്റ്റ്മെന്റും ട്രേഡിംഗും വരുന്നത്. ഇൻവെസ്റ്റ്മെന്റിന്റെ നോട്ട് എഴുതി, ട്രേഡിങ്ങിന്റെ നോട്ട് എഴുതി. ഇപ്പൊ പഠിക്കുന്നത് എന്താണ്? വേവ് തിയറിന്റേതാണ്. അപ്പൊ വേവ് തിയറി, പ്രീമിയം പ്രൈസ് ആക്ഷൻ രണ്ടും ടാലി ആയിട്ട് വരണം. അപ്പോഴാണ് നിങ്ങൾ പ്രൊഫഷണൽ മാനറിലുള്ള ഒരു ട്രേഡർ ആവുള്ളൂ. അത്രയൊന്നും വേണ്ടെങ്കിലും പ്രീമിയം പ്രൈസ് ആക്ഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പബ്ലിക് നിന്ന് സജഷൻ എടുക്കുമ്പോൾ ബേസ് ഫോം എങ്കിലും പ്രീമിയം പ്രൈസ് ആക്ഷൻ നിർബന്ധമായിട്ട് പഠിക്കുക സുഹൃത്തുക്കളെ. ഇതൊരു റിക്വസ്റ്റ് ആണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോകസമ്പന്നയുടെ ബിസിനസ് നഷ്ടങ്ങൾ ഇഷ്ടം പോലെ സംഭവിച്ചിട്ടുണ്ട്. ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ദയവായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് 50% എടുത്തുകൊണ്ടേ പോകുള്ളൂ. ഇതൊക്കെ എഴുതി വെക്കണേ. ഓക്കെ. ഇനി ഒന്നാമത്തെ കറക്ഷൻ പറഞ്ഞു പ്രൈസ് വൈസ് കറക്ഷൻ. അത് വില കൊണ്ടാണ് കറക്റ്റ് ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? ടൈം വേസ് കറക്ഷൻ. അത് സമയം എടുത്തുകൊണ്ടാണ് കറക്റ്റ് ചെയ്യുക. ഓക്കെ. ഇത് തന്നെ നമ്മൾ പ്രീമിയം പ്രൈസ് ആക്ഷനിൽ എന്താ പഠിക്കുന്നത്? ഇത് എവിടെയൊക്കെ സംഭവിക്കുക? ബോട്ടം, മിഡിൽ, ടോപ്പ് എന്ന് പറയുന്ന 3 ഏരിയ ആണ്.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 ഏരിയയാണ്. അപ്പൊ ചാർട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ച് ക്യാൻഡിൽ എടുത്തു. ഡേ ടൈം ഫ്രെയിമിൽ നിങ്ങൾ 3 ലൈൻ വരച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ട്രേഡ് കംപ്ലീറ്റ് ക്ലിയർ. അപ്പൊ ഇന്നലെ എന്താണ് സംഭവിക്കുന്നത്? ഇന്നലെ ഇവിടുന്ന് താഴോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്യാൻഡിൽസ് നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സെല്ല് ചെയ്യുക. അതിന്റെ ബാക്കിലുള്ള കാരണങ്ങൾ നമ്മൾ അറിയേണ്ട സുഹൃത്തുക്കളെ. അതിനാണ് നമ്മൾ ആ കാരണം അറിയേണ്ടിയിട്ടാണ് നമ്മൾ പ്രീമിയം പ്രൈസ് ആക്ഷന്റെ ക്യാൻഡൽസുകൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെയാണ് കിട്ടിയത്. ഇപ്പൊ നിങ്ങൾക്ക് സെൻട്രലാണ് കിട്ടിയെന്ന് വെച്ചാൽ മുകളിലോട്ട് പോകുമ്പോൾ പ്രീമിയം ക്യാൻഡൽസ് നോക്കുക ബൈ ചെയ്യുക. പാറ്റേൺസ് നോക്കുക ബൈ ചെയ്യുക. താഴോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? ക്യാൻഡൽസ് നോക്കുക ഷോർട്ട് ചെയ്യുക. ഇവിടെ ബൈ ചെയ്യുക. ഇവിടെ ഷോർട്ട് ചെയ്യുക അല്ലെ? ഇവിടുന്ന് എന്ത് ചെയ്യുക? ഇവിടെ ബൈ ചെയ്യുക. ഇതാണ്. അതിപ്പോ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇതേ ചാർട്ടാണ് കാണാൻ പറ്റും. ഈ ലെഗിലുള്ള ചാർട്ടാണ് കാണാൻ പറ്റുക അല്ലെ? അപ്പൊ ഇത് കളവല്ല പറയുന്നത്, നിങ്ങൾക്ക് റിയാലിറ്റിയിൽ അറിയാം. അത് മുമ്പോട്ട് നമ്മൾ റിയാലിറ്റി കാണിച്ചു കൊടുത്തിരുന്നുണ്ട്. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെച്ചാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുന്ന് പ്രൈസ് വേസ് കറക്ഷൻ. അപ്പൊ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എന്താ സംഭവിക്കുക? ഇവിടെ കയറി ഇറങ്ങിക്കൊണ്ടേ പോകുള്ളൂ അല്ലെ? കയറിയതിനു ശേഷം അത് നിഫ്റ്റിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ഇതാണ് പ്രൈസ് വേസ് കറക്ഷൻ. ഈ പാറ്റേണിന്റെ പേരെന്താണ്? ഇതാണ് സിഗ്സാഗ്. ഒരൊറ്റ പാറ്റേൺ ഉള്ളൂ വേവ് തിയറിയിൽ. ഏത്? പ്രൈസ് വേസ് കറക്ഷനിൽ വരുന്ന ഒരേ ഒരു പാറ്റേൺ ഉള്ളൂ. അതിന്റെ പേര് അവിടെ എഴുതി വെച്ചോ, സിഗ്സാഗ്. അതൊക്കെ മുമ്പോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. ബേസ് ആണ് നമ്മളിപ്പോ പഠിക്കുന്നത്. മനസ്സിലാവുണ്ടോ? 5 ഇമ്പൾസിലും താഴോട്ട് ഇറങ്ങും, 5 ഇമ്പൾസിലും മുകളിലോട്ട് പോകും. അത് എഴുതി വെച്ചോ. ഒറ്റ കറക്ഷനേ ഉള്ളൂ പ്രൈസ് ബേസിൽ. അതായത് വില കൊണ്ട് കറക്റ്റ് ചെയ്യ ഒറ്റ പേരിലാണ്, സിഗ്സാഗ് എന്നാണ് അതിന്റെ പേര്. ഇനി രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ ടൈം വേസ് കറക്ഷൻ ആണ്. അതായത് റേഞ്ച് മോഡിൽ നിൽക്കുന്ന കറക്ഷൻ ആണ്. സമയം എടുത്തുകൊണ്ട് നിൽക്കുന്ന കറക്ഷൻ. മറ്റേ വില കൊണ്ടുള്ള കറക്ഷൻ, ഇത് സമയം കൊണ്ടുള്ള കറക്ഷൻ. അത് എഴുതി വെച്ചോ. അതിൽ ഒന്നാമത്തെ വരുന്നതാണ് ഫ്ലാറ്റ്. ഓക്കെ, ഫ്ലാറ്റ് പാറ്റേൺ ആണ്. ഇതിവിടെ എഴുതിയിട്ടുണ്ട് ഫ്ലാറ്റ് പാറ്റേൺ. ഓക്കെ, ഇവിടെ ഇത് ഫ്ലാറ്റ് പാറ്റേൺ ആണ്. വേവ് പാറ്റേൺ ആണ് ഫ്ലാറ്റ് പാറ്റേൺ ഇത്. അതിനുശേഷം വരുന്ന ട്രയാങ്കിൾ. ട്രയാങ്കിൾ നമ്മളെ പ്രീമിയം പ്രൈസ് ആക്ഷനുള്ള ട്രയാങ്കിൾ വേറെയാണ്, ഇത് വേറെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഈ വരുന്ന ഏത് ഏരിയയിലെ വരിക? എല്ലായിടത്തും വരും. ഒരു ടെൻഷനും ഇല്ല. നിങ്ങൾ ഡേ ടൈം ഫ്രെയിം ആക്കുക, വീക്ക്ലി മന്ത്ലി ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്യാൻഡൽസ്, ഒന്നാമത് ക്യാൻഡൽസ് ആണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടാമത്തത് ഈ പാറ്റേൺസ് 5 എണ്ണം. ഓക്കെ, ഈ 5 എണ്ണം വരും. ഈ 5 എണ്ണം താഴോട്ടാണെങ്കിൽ, താഴോട്ട് പോകുമ്പോൾ നിങ്ങൾ 1 മിനിറ്റിലോ 5 മിനിറ്റിലോ 10 മിനിറ്റിലോ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ക്യാൻഡൽസ് നോക്കിക്കൊണ്ട് ക്യാൻഡൽസിന്റെ മാത്രം ടാർഗറ്റ് എടുക്കാം. ഓപ്ഷനിലായിക്കോട്ടെ, ഫ്യൂച്ചറിലായിക്കോട്ടെ, സ്റ്റോക്സിലായിക്കോട്ടെ എന്ത് ചെയ്യാം? ഷോർട്ട് സെല്ല് ഇതുപോലെ ചെയ്യാം 5 ലെഗിൽ, ബൈ ഇതുപോലെ 5 ലെഗ് ചെയ്യാം. ഇതിന് 2 കാര്യം പഠിച്ചാൽ മതി. 2 പഠിച്ചില്ലെങ്കിൽ 1 പഠിച്ചാൽ മതി. പ്രീമിയം പ്രൈസ് ആക്ഷൻ പഠിച്ചാൽ നല്ല രീതിയിൽ വൃത്തിക്ക് ട്രേഡ് ചെയ്യാം നിങ്ങൾക്ക്. സമാധാനത്തിൽ ട്രേഡ് ചെയ്യാം. ഇൻവെസ്റ്റും ചെയ്യാം, ട്രേഡും ചെയ്യാം. ഇങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മൾ ഉരുകേണ്ട കാര്യമില്ല. ലോകത്തുള്ള ഫണ്ടമെന്റൽ നോക്കേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ. ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെയാണ് എല്ലാവരും നിങ്ങൾക്ക് കോൾസും അതിന്റെ ടാർഗറ്റും തരുന്നത് ഇത് പഠിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. താഴോട്ട് വരുമ്പോൾ 5 വരും, മുകളിലോട്ട് പോകുമ്പോൾ 5 വരും. കറക്ഷൻ എന്താണ്? പ്രൈസ് വൈസ് കറക്ഷൻ ഉണ്ട്. ഷാർപ്പായിട്ട് വില കൊണ്ട് കറക്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താണ്? സമയം കൊണ്ട് കറക്റ്റ് ചെയ്യുന്ന 2 കറക്ഷനാണ്. ഒന്ന് ഫ്ലാറ്റ്, രണ്ടാമത്തെ സിഗ്സാഗ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ടോട്ടൽ ട്രേഡ് സെറ്റപ്പ്. ഇത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നേ ഉള്ളൂ. അപ്പൊ ഇതിന് 2 ഗ്രേഡ് ആണ്. പ്രീമിയം പ്രൈസ് ആക്ഷനിൽ ഞാൻ ഇത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പ്രീമിയം പ്രൈസ് ആക്ഷനിൽ ബേസ് ഓഫ് ഇത് വേവ് തിയറി വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റും ട്രേഡിംഗും ഒക്കെ അതിൽ തന്നെ കിട്ടും. പഠിക്കുക എന്നുള്ളതാണ് നിർബന്ധം. ഓക്കെ, അതറിഞ്ഞാൽ ഈ ടെൻഷൻ ഇല്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഇനി സ്റ്റോക്ക് സെലക്ഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുക? ഇനി ഞാൻ മാർക്കറ്റ് നേരത്തെ നിർത്തി. കാരണം ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഇട്ട വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് കുറച്ച് ഇതായി പോയി. കാരണം അത് ഞാൻ എഴുതി വെച്ചിട്ട് ഓർഡർ വെച്ച് പറയുന്നത്. അപ്പോഴേ എനിക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റും ട്രേഡിംഗ് പ്രീമിയം പ്രൈസ് ആക്ഷനും കഴിഞ്ഞ് ഇപ്പോൾ എലിയോട്ട് ന്യൂ വേവ് തിയറി തന്നെ രണ്ടും കൂടെ പ്രീമിയം പ്രൈസ് ആക്ഷനും വേവ് തിയറിയും കൂട്ടി ചേർത്ത് എടുക്കുന്നതാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഇനി നമുക്ക് ട്രേഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മളെല്ലാം കണ്ടു, ചാർട്ടെല്ലാം സെറ്റാക്കി. സ്റ്റോക്ക് സെലക്ഷൻ ഉണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ റെക്കമെൻഡൽ സ്റ്റോക്കുകളാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ 2020 മുതൽ 24 വരെ ചെയ്യുന്നത് ലോസ് സംഭവിച്ചത് റെക്കമെൻഡേഷൻ സ്റ്റോക്കുകളാണ്. കാരണം അവർക്ക് പ്രീമിയം ടെക്നിക്കൽ അറിയില്ല, ബേസ് അറിയാം, അതായത് ഓർഡിനറി അറിയാം. എങ്കിൽ തന്നെ അത് എടുത്തു വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ മുമ്പോട്ട് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് കാണുന്ന എന്താണ്? മൾട്ടി ബാഗർ പ്രീമിയം സ്റ്റോക്കാണ്. ആ മൾട്ടി ബാഗർ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സഞ്ചരിക്കും. അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താലും ഡിവിഡൻഡ് അടിപൊളിയായിട്ട് വരും. ബോണസ് ഷെയറിലൂടെ ട്രേഡ് ചെയ്താൽ അതിനും പ്രോഫിറ്റ് വരും. പക്ഷെ എന്താ? ട്രേഡ് ചെയ്യുമ്പോൾ ചെറിയ ടൈം ഫ്രെയിം വരണം. ഇത് വർഷ ചാർട്ട് ആണെങ്കിൽ നമ്മൾ മന്ത്ലി, വീക്കിലി, ഡേയിലേക്ക് വരണം. അതാണ് അതിന്റെ വ്യത്യാസം. സമയം കുറയും തോറും വോൾട്ടാലിറ്റി കൂടും. ആ വോൾട്ടാലിറ്റി കൂടുമ്പോഴാണ് നമുക്ക് ടെക്നിക്കലിന്റെ ബൈ സെല്ല് മൂവ്മെന്റ് അതിന്റെ ടാർഗറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതിനാണ് ടെക്നിക്കൽ പഠിക്കണം ട്രേഡ് ചെയ്യുമ്പോൾ. മറ്റേതിന് അതിന്റെ ആവശ്യമില്ല. അപ്പൊ മൾട്ടി ബാഗർ പ്രീമിയം ചാർട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ട്രേഡിങ്ങിനാണ് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ പോവാണ്. ചെയ്യേണ്ട രീതി നമ്മൾ കണ്ടു. എന്താണ്? ലോങ് സ്വിങ്, ഷോർട്ട് സ്വിങ്, ഇൻട്രാഡേ, ഏത് ടൈം ഫ്രെയിമിനും നമ്മൾ എന്തായിരിക്കണം? സ്റ്റോക്ക് സ്പെഷ്യലി ലോങ് സ്വിങ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും എല്ലാത്തിലും നോക്കണം. അതെങ്ങനെയാ നോക്കുക എന്നുള്ളത്. അപ്പൊ പ്രീമിയം സ്റ്റോക്കാണ്, എച്ച് യു എൽ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ അതിലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ, പച്ച കത്തുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് ഡേഞ്ചർ ഡെഡ് സ്റ്റോക്ക് ആണ്. ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുക? ലോസ് ആണ് കാണാൻ പറ്റുക. അതാണ് നമ്മൾ സ്വിങ്ങിലൊക്കെ മേടിച്ച് വെച്ചിട്ട് താഴോട്ട് വരുമ്പോൾ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ 100% ലോസ് ആയിരിക്കും സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഓക്കെ,
ഇനി അതാണ് നമ്മൾ ചാർട്ടിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്തുകൊണ്ടാണ് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യണം എന്ന് പറയാൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഡേ ടൈം ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റും? ഇത് നോർമൽ അതായത് ആസ് യൂഷ്വൽ ഇതെങ്ങനെയാ പോകുന്നത്? സാധാരണ ഇമ്പൾസ് കറക്ഷൻ എടുത്തുകൊണ്ട് നമ്മൾ എന്തൊക്കെ ഒരു സ്റ്റോക്കിന്റെ ബേസ് ഫോം എന്താണ് പറഞ്ഞത്? ന്യൂസ് അടിസ്ഥാനത്തിൽ കയറി ഇറങ്ങിക്കൊണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മന്ത്ലി നോക്കുമ്പോൾ മറ്റേ ഈ കട്ട വെച്ച പോലെ ഇങ്ങനെ മുകളിലോട്ട് പോകുന്ന കാണുന്നു അല്ലെ? ഇത് നോക്കുമ്പോൾ ഡേ ടൈം ഫ്രെയിമിൽ ട്രേഡ് പർപ്പസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് കാണാൻ പറ്റുന്നത് അല്ലെ? സ്വിങ്ങിന്. അപ്പൊ നിങ്ങൾ സ്വിങ്ങിൽ എന്തെങ്കിലും പാറ്റേൺസോ ക്യാൻഡൽസോ ബേസിൽ ഇവിടുന്ന് ബൈ ചെയ്ത് ഇവിടത്തെ വരെ ടാർഗറ്റ് പോകണമെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഇത് പ്രീമിയം സ്റ്റോക്ക് ആണോ? ഒരിക്കലുമല്ല. അതങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം നമ്മൾ വരേണ്ടത് മന്ത്ലി ചാർട്ടിലാണ്. ഓക്കെ, എല്ലാ സ്റ്റോക്ക് സെലക്ഷനാ പറയുന്നത്. സ്റ്റോക്ക് സെലക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് റെക്കമെൻഡേഷനിലാണെങ്കിലും ഇപ്പോൾ തീർച്ചയായിട്ടും റെക്കമെൻഡേഷനിൽ മേടിക്കരുത്. ബേസിക് പ്രീമിയം എങ്കിലും നിങ്ങൾ പഠിക്കാം. ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് എലിയോട്ട് ന്യൂതിയറിന്റെ ബേസ് ഫോം ആണ്. എന്താണ് പ്രൈസസ് കറക്ഷൻ? അത് ബേസ് ആണ്. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഡിഗ്രിയാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തീരില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് മതി. ഇത് നമ്മളെ പ്രീമിയം പ്രൈസ് ആക്ഷൻ ടെക്നിക്കൽ ഉണ്ട്. അതുപോലെ നിങ്ങൾ പുറത്തുനിന്ന് പഠിക്കുകയാണെങ്കിൽ അവിടുന്ന് പഠിക്കുക. പഠിച്ചിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഹെലിയോട്ട് ന്യൂതിയറിലും മറ്റുള്ള ഡിഗ്രിയിലുള്ള കോഴ്സുകൾ പുറത്തുനിന്ന് സജഷനിൽ വരുമ്പോൾ അങ്ങനെ നോക്കിയിട്ടേ മേടിക്കാവുള്ളൂ. അതുകൊണ്ടാണ് പഠിക്കണം എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട്. കാരണം അയാൾ തന്ന കോൾ ശരിയാണോ ഇല്ലയോ നോക്കണ്ടേ? അപ്പൊ ഇതെന്താ സംഭവിക്കുന്നത്? ഇത് കുത്തനെ താഴോട്ടാ പോകുന്നത് മന്ത്ലിയിൽ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ എന്താണ്? നമുക്ക് ട്രേഡിനായാലും ഇൻവെസ്റ്റിനായാലും ഒക്കെ ഇങ്ങനത്തെ സ്റ്റാർട്ടുകളാണ് സേഫ്. ഒക്കെ സേഫ് ആൻഡ് ബെസ്റ്റ്. കാരണം ലോങ് സ്വിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 3 വർഷം ഈ ഹോൾഡ് ചെയ്യോ? നിങ്ങൾ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? മിഡ് സ്വിംഗ് ആയിക്കോട്ടെ, 1 വർഷം ആയിക്കോട്ടെ, ഒരാഴ്ച ആയിക്കോട്ടെ, നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗ്രേഡ് മനസ്സിലാക്കാനും സെക്ടർ മനസ്സിലാക്കാനും നമ്മൾ എന്താ ചെയ്യേണ്ടേ? ടിക്കർ ടാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ പോവുക, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സൂസിലോൺ എനർജി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഗ്രേഡും വരും, അതുപോലെ തന്നെ കാറ്റഗറി വരും. ഇപ്പൊ ഞാൻ ഇവിടെ സൂസ് ലോൺ അടിക്കുകയാണ്. സൂസ് ലോൺ, ഓക്കെ. ഓക്കെ, ഈ സൂസ് ലോൺ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഗ്രേഡ് ഇത് കണ്ടോ? ഇവിടെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഏതാന്നുള്ളത് ഇവിടെ നമുക്ക് കാണിച്ചു തരും. ഇൻഡസ്ട്രിയൽ ആണ്, മിഡ് ക്യാപ്പ് ആണ്, ഹൈ റിസ്ക് ആണ്. ഓക്കെ, ഹൈ റിസ്ക് എന്ന് അവർ പറയാതെ നമുക്ക് എങ്ങനെ മനസ്സിലായി? നമുക്ക് സ്റ്റോക്ക് ട്രേഡിങ്ങിന് ചാർട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചാർട്ടുകൾ സെലക്ട് ചെയ്യാൻ പാടില്ല. ഇത് ഡെഡ് സ്റ്റോക്ക് ആണ്. ഓക്കെ, എപ്പോഴും കുത്തനെ മുകളിലോട്ട് പോകുന്ന ചാർട്ട് സെലക്ട് ചെയ്യാൻ പാടില്ല. ഇനി യെസ് ബാങ്ക് നോക്കാം. ഓക്കെ, ഇതിലുള്ള കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് കട്ട് ചെയ്ത് ബോട്ടം കട്ട് ചെയ്തതിന് ഒറ്റ ഒന്നിനെ പരിഗണിക്കാൻ പാടില്ല. ഇതെല്ലാം ഡെഡ് സ്റ്റോക്ക് ആണ്. ഓക്കെ, ഇത് ബോട്ടം കട്ട് ചെയ്തു. അതാണ് ഇന്നലത്തെ കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ ഫിബിനാശി വെച്ച് ഇങ്ങനെയാണ് ഇത് പോവാന്ന് പറയുന്നുണ്ട് അല്ലേ? ഇങ്ങനെയാണ് സ്റ്റോക്ക് പോവുക. അപ്പൊ ഇവിടെ എല്ലാ സ്റ്റോക്കും 50% വരും. അത് 100% ഇൻഡെക്സ് വരും. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെക്ടർ ഇൻഡെക്സ് ആയ ഇപ്പൊ IT, ഫാർമ, ഓട്ടോ എല്ലാ സെക്ടർ ഇൻഡെക്സ് സ്റ്റോക്കും 50% വന്നിട്ട് പോകും. 38% വരും. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ സെലക്ഷന് വേണ്ടി 28% കൊടുക്കുക. പക്ഷെ സൂസലോൺ 28% ഉണ്ടോ? ഇല്ല. കാരണം എന്താ? സൂസലോണിന്റെ ബോട്ടം കട്ട് ചെയ്ത്, ഇതാണ് ബോട്ടം, ഇത് കട്ട് ചെയ്ത് താഴെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല. ഇത് ഡെഡ് സ്റ്റോക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിന്റെ റൂൾസ്. ഓക്കെ, ബോട്ടത്തിൽ നിന്ന് കട്ട് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ എടുക്കാൻ പാടില്ല. ഇതെന്താണ്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ബോട്ടം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ബോട്ടമാണ് ഇതിന്റെ റൂൾസ്. ഓക്കെ, ഇവിടെ ഇനി അടുത്ത് നമ്മൾ എന്താ നോക്കുന്നത്? ഐഡിയ ബോട്ടം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇത് കണ്ടോ? ഇതാണ് ബോട്ടം, ഇത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? അദാനി വിൽമാർ. ഓക്കെ, ഇതാണ് സംഭവം എന്ന് പറയുന്നത്. നമ്മൾ ഫിബിനാശി ലെവൽസിൽ, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനത്തെ സ്റ്റോക്കുകൾ എടുക്കാതിരിക്കുക. എങ്കിൽ കൂടെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി വാങ്ങി പെട്ടുപോയ സുഹൃത്തുക്കളുണ്ടാവും അല്ലേ? ഇപ്പൊ നിരവധി നമ്മളെ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ സർക്കിളിലുള്ള, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള. അപ്പൊ അവർക്ക് അറിയില്ലല്ലോ. ഇനി തീർച്ചയായും നിങ്ങൾ പഠിച്ചുകൊണ്ട് ചെയ്യുക. അപ്പൊ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് നോക്കുക? പരിചയമുള്ള ഹൈലി ക്വാളിറ്റി ലാർജ് ക്യാപ് പ്രീമിയം സ്റ്റോക്കിൽ തന്നെ ചെയ്യുക. അത് തന്നെ 100ഓളം ഉണ്ട് സുഹൃത്തുക്കളെ. നമ്മളെ ക്യാപിറ്റൽ കുറവാണ്. അപ്പൊ കച്ചവടമില്ലാത്ത കട തുടങ്ങിയിട്ട് നിങ്ങൾ കച്ചവടമില്ലാത്ത കടയും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കണം. ഇവിടെ പ്രോഫിറ്റ് ലാഭത്തിന് വരുന്നതാണ് ട്രേഡ് ചെയ്തുകൊണ്ട്. ഇപ്പൊ കച്ചവടമില്ലാത്ത സ്റ്റോക്കിൽ അല്ലെങ്കിൽ അപ്പർ ലോവർ സർക്യൂട്ട് അടിക്കുന്ന വോളിയം കുറഞ്ഞ സ്റ്റോക്കുകളും ട്രേഡ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രീമിയം ലാർജ് ക്യാപ് സ്റ്റോക്കുകളുണ്ട്. അവിടെ നമുക്ക് വരുന്ന ചെറിയ മണി ഇമോഷനാണ്. പക്ഷെ അത് തെറ്റാണ്. കാരണം നമ്മുടെ കയ്യിൽ 1,00,000 രൂപ ആയിരിക്കും, ചിലപ്പോൾ 6,00,000 രൂപ ഒക്കെ ഇതിൽ ലോസാക്കിയ ആളുകളുണ്ട്. ബൾക്ക് എമൗണ്ട് ഇട്ടിട്ട് മൾട്ടി ബാഗർ ആകുക എന്ന് പറയുന്നത്, മൾട്ടി ബാഗർ ആക്കുന്നത് തീർച്ചയായിട്ടും അത് ഇന്റേണൽ ന്യൂസുള്ള ആളുകൾക്ക് പറ്റും. സ്മാർട്ട് മണിനെ കുറിച്ചും അതുപോലെ അറിയുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ കമ്പനിന്റെ ഹൈലി സ്ട്രെങ്ത് ഫണ്ടമെന്റൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്മോളിനോ മിഡിനോ ഒക്കെ അറിയുകയാണെങ്കിൽ പറ്റും. നമുക്ക് അറിയുന്ന ഫണ്ടമെന്റൽ അല്ല. ഇവൻ അറിഞ്ഞാൽ തന്നെ ന്യൂസ് അറിയാൻ ആദ്യം ആരാ? സ്മാർട്ട് മണിയാണ്. അവർ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പൊ നിങ്ങൾ ട്രേഡ് പർപ്പസിൽ എടുക്കുന്നുണ്ടെങ്കിൽ പ്രീമിയം ലാർജ് ക്യാപ് സ്റ്റോക്ക് എടുക്കുക. 1,00,000-നും 10,00,000-നും 10 കോടിക്കൊക്കെ നമുക്ക് അതിൽ ട്രേഡ് ചെയ്യാം. അപ്പൊ ട്രേഡ് എന്ന് പറഞ്ഞാൽ ബൈ ലോ സെൽ ആണ്. അപ്പൊ നമുക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആവർത്തിക്കാതിരിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണ്?
ഇവിടുന്ന് 28 വരെ വന്നാൽ ഏത് ഈ 28 വന്ന് മാക്സിമം ആണ് ഒരു സ്റ്റോക്കും റെയർലി ഇവിടെ വരുള്ളൂ. ഇവിടുന്ന് മിനിമം വന്നിട്ട് തിരിച്ചു പോകണം. ഓക്കെ, 28 കട്ട് ചെയ്ത് താഴെ വന്ന എന്റെ പൊന്നു സുഹൃത്തെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വിറ്റോ. അല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീമിയം ലാർജ് ക്യാപ്പ് തന്നെ എടുക്കുക ഇങ്ങനെ പോകുന്ന സ്റ്റോക്കുകൾ. ഓക്കെ, ഇത് മാക്സിമം പറഞ്ഞത്. ഇപ്പൊ എന്താ പട്ടേൽ എഞ്ചിനീയറിംഗ് എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്, ബോട്ടം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബോട്ടം. ഓക്കെ, ഇത് ബോട്ടാണ്. അദാനി വിൽമാർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുന്നത്, ബോട്ടം കട്ട് ചെയ്തിട്ടില്ല എങ്കിൽ കൂടെ അത് ഏകദേശം ഒരു വാർണിംഗ് സൈൻ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ കണ്ട റിസ്ക് ഉള്ള സ്റ്റോക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ താൽക്കാലിക നഷ്ടം ബിസിനസ്സാണ്, ബിസിനസ്സിൽ ലാഭവും നഷ്ടവും ഉണ്ടാവും. അപ്പം തീർച്ചയായിട്ടും പഠനം നഷ്ടമല്ല. തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ വെച്ചാൽ പഠിക്കുക, പഠിച്ചുകൊണ്ട് മാത്രം ചെയ്യുക എന്ന് പറയുന്നതിന്റെ കാരണം എന്താ, ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ ഉള്ള സുഹൃത്തുക്കളാണ് 2000 മുതൽ 2024 വരെ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ കൊടുത്ത കോൾസ് അവർ എടുക്കാനുള്ള കോൺഫിഡൻസ് വരാത്തത് അറിവില്ലാത്തതുകൊണ്ടാണ്. മാത്രമല്ല ലോസ് ഉണ്ടാക്കുന്നതും തീർച്ചയായിട്ടും നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് സുഹൃത്തുക്കളെ. ഇത് വളരെ സിമ്പിളാണ്. ഈ സിമ്പിൾ സിറ്റിയിൽ നിങ്ങൾ എവിടുന്ന് വെച്ചാൽ പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ടെൻഷൻ തീരും. അപ്പോൾ സ്റ്റോക്ക് സെലക്ഷനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പട്ടേൽ എഞ്ചിനീയറിംഗ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക, ബോട്ടം താഴെ പോയതാണ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി പ്രീമിയം സ്റ്റോക്കാണ് നമ്മൾ നോക്കുന്നത്. പ്രീമിയം സ്റ്റോക്കിന് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ FMCGയിലുള്ള ഒരു പുതിയ സ്റ്റോക്കായ എന്താണ് വരുൺ ബീവറേജ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റും, ഇങ്ങനെ പോകണം സുഹൃത്തെ. നമ്മൾ ഈ സ്റ്റോക്ക്, അതായത് ഞാൻ പറഞ്ഞു നിങ്ങളോട് ട്രേഡിന്റെ നോട്ടിൽ നമ്മൾ പറഞ്ഞെന്താണ്, ലാർജ് ക്യാപ്പ് എടുക്കാം, ഒന്നാമത് പ്രിഫറൻസ് ഇതിനാണ്. മിഡ് ക്യാപ്പ് എടുക്കാം, സ്മോൾ ക്യാപ്പ് എടുക്കാം. ഓക്കെ, മൂന്നിലും ചെയ്യാം. പെന്നി ചെയ്യരുത്. ഓക്കെ, പെന്നിയിൽ നോ. കാരണം എന്താണ്, അത് ഡേഞ്ചർ ആണ്. ഓക്കെ, അങ്ങനത്തെ സ്റ്റോക്കുകളിൽ ലാർജ് ആയിക്കോട്ടെ, മിഡ് ആയിക്കോട്ടെ, സ്മോൾ ആയിക്കോട്ടെ, ഈ രൂപത്തിലുണ്ടെങ്കിൽ നമ്മൾ ചാർട്ട് സെലക്ട് ചെയ്യുമ്പോൾ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചാർട്ട്, കമ്പനി ചാർട്ട് സെലക്ട് ചെയ്യുമ്പോൾ അല്ല ഫണ്ടമെന്റൽ ഒരിക്കലും നോക്കരുത്, ട്രേഡ് ചെയ്യാനും നോക്കരുത്. അത് കംപ്ലീറ്റ് ഫണ്ടമെന്റൽ ആണ് നോക്കുന്നത് ടെക്നിക്കലിലൂടെ. അതിനാണ് നമ്മൾ ടെക്നിക്കൽ പഠിക്കുന്നത്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി. ഇത് സോളിഡ് കമ്പനി ആയിരിക്കും. ഇതിന്റെ ഫണ്ടമെന്റൽ നിങ്ങൾ പോയിക്കോ 100% ഗ്യാരണ്ടി. ഇതിന് അപ്പുറം ഒന്നില്ല, ഇപ്പുറം ഒന്നില്ല. ഓക്കെ, ക്ലിയർ ആണ്. കാരണം നമുക്കറിയാം, നമ്മളെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, തീർച്ചയായിട്ടും നമ്മൾ അറിവ് വെച്ചിട്ട് പറയാണ്, ഇത് 1000 ടൈം ക്ലിയർ ആയി. അപ്പൊ ഇങ്ങനത്തെ ചെയ്ത പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ സ്റ്റോക്ക് സെലക്ഷൻ അവിടെ കഴിഞ്ഞു. അത് ഇന്ന സ്റ്റോക്ക് എന്നോ ഇന്ന ക്യാപ്പ് പെട്ടെന്നോ ഇല്ല, ഈ രൂപത്തിലായിരിക്കണം. അതവിടെ കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, അപ്പൊ സ്റ്റോക്ക് സെലക്ഷൻ അവിടെ കഴിഞ്ഞു. പ്രീമിയം മൾട്ടിബാഗർ സ്റ്റോക്ക് കുത്തനെ മുകളിലോട്ട് പോകുന്നത് താഴോട്ട് പോകുന്നതിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. അത് അതുപോലെ സ്റ്റോക്ക് ആവും. അപ്പൊ നമ്മളൊരു സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ ഒന്നാമത് എന്താകും, ആ സ്റ്റോക്ക് സെലക്ഷൻ ആണ്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്, കുത്തനെ മുകളിലോട്ട് പോകുന്നത്. ഇനി രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ടോട്ടൽ മാർക്കറ്റിന്റെ സെന്റിമെന്റ് നോക്കണം കേട്ടോ. ഇപ്പൊ പെർട്ടിക്കുലർലി നമ്മുടെ എന്തുകൊണ്ടാണ് റാൻഡംലി നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമത് അത് പ്രീമിയം സ്റ്റോക്ക് ആണെന്ന് നോക്കുക. രണ്ടാമത് എന്റെ സുഹൃത്തുക്കള് ഈ ഒരുപാട് നമ്മളെ അറിയുന്ന സുഹൃത്തുക്കള് ഇൻഡെക്സ് നോക്കൂല, അതായത് മാർക്കറ്റിന്റെ ട്രെൻഡ് എങ്ങോട്ടാണെന്ന് നോക്കില്ല. കിറ്റക്സ് ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആണ്. അപ്പൊ അവര് മാർക്കറ്റിന്റെ ട്രെൻഡ് നോക്കും. അപ്പൊ കിറ്റക്സ് എന്ന് പറയുന്നത് എന്താണ്, അത് മറ്റേ റെഡിമെയ്ഡ് ടെക്സ്റ്റൈൽ സെക്ടറിൽ പെട്ടതാ. അപ്പൊ അതിന്റെ സെക്ടർ നോക്കണം. അതുപോലെ നിങ്ങൾ ഇപ്പൊ ITC എടുക്കുകയാണെങ്കിൽ FMCG ആണ്. അപ്പൊ ആദ്യം നോക്കേണ്ടത് എന്താണ്, മാർക്കറ്റ് ആയ ഇൻഡെക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിഫ്റ്റി 50 ആണ്. നിഫ്റ്റി 50 ആണ്. അതിനുശേഷം സെക്ടർ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മുടെ നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഓട്ടോ, അതിനെല്ലാം സെക്ടർ ഇൻഡെക്സ് ഉണ്ടാവും. അതാണ് സെക്ടർ ഇൻഡെക്സ് എന്ന് പറയാം. അതിനുശേഷം വരുന്നത് എന്താണ്, ടൈം ഫ്രെയിം. അത് ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏത് ഗ്രേഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. മന്ത്ലി ആണെങ്കിൽ അതിന്റെ 5 ടാർഗറ്റ് ഉണ്ടാവും. കാൻഡൽസ് ബേസിൽ, ഹയർ ഡിഗ്രി ബേസിൽ അതിന്റെ ടാർഗറ്റ് കൂടും. മനസ്സിലാണോ, വേവില് ഡിഗ്രി ആണത്. ഇതാണ് നമ്മുടെ എന്താണ് പറയാ, +2 ആണ്. മറ്റേന്താണ് ഡിഗ്രിയാണ്. അപ്പൊ +2ന് കുറവായിരിക്കും, ഡിഗ്രിക്ക് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ടൈം ഫ്രെയിം നോക്കിക്കൊണ്ട് പിന്നെ അതിന്റെ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ, ഇപ്പൊ മന്ത് ആണെങ്കിൽ മന്തിന്റെ ക്യാൻഡിൽ നോക്കണം. അതുപോലെ തന്നെ പാറ്റേൺസ് നോക്കണം. അതുപോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ്, വോളിയം, ഇൻഡിക്കേറ്റേഴ്സ്, പ്രൈസ് ഗ്യാപ്പ്, വേവ് ഇമ്പൾസ് കറക്ഷൻ. ഓക്കെ, അത് മെയിൻ ഡിഗ്രി ആണ്. പക്ഷെ അതിന്റെ ബേസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഒന്നാമത്തെ പേര് എന്താണ്, ട്രെൻഡാണ്. ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്, ട്രെൻഡ് ഡൗൺ ട്രെൻഡ്. അപ്പൊ അത് ആദ്യം ഇൻഡെക്സിലാണ് നോക്കേണ്ടത്. നിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നിഫ്റ്റി 50 നോക്കണം, പിന്നെ സെക്ടർ ഇൻഡെക്സ് നോക്കണം. അതിനുശേഷം നിങ്ങൾ ITCയിലാണ് ചെയ്യുന്നെങ്കിൽ FMCGയിലെ സെക്ടർ ഇൻഡെക്സ് നോക്കി ITCന്റെ ഇത് നോക്കുക. ഈ പറഞ്ഞ എല്ലാം നോക്കണം കേട്ടോ. ഇത് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് മുമ്പോട്ടാവട്ടെ. ഓക്കെ, അപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രേഡിംഗ് വീഡിയോ ഇത് പഠിച്ചാണ്. ഇതാണ് ട്രെൻഡ്. അവ സ്മാർട്ട് മണി ബൈ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ആരാ കാണിച്ചില്ല, ക്യാൻഡൽസ് ആണ് കാണിച്ചില്ല. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ ഫോട്ടോ ഉണ്ട്, അതുകൊണ്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ TCSന്റെ ചാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ് ട്രെൻഡ്, സൈഡ് വേസ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് അല്ലേ. അപ്പോൾ ഇവിടെ ട്രെൻഡ് റിവേഴ്സൽ ക്യാൻഡിലാണ് നമുക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ അതിന് ശേഷം വരുന്ന പാറ്റേൺസും അതുപോലെ വേവ് തിയറിന്റെ ഇമ്പൾസും ആണ്. ഇതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന ആരാണ്, അതായത് നമ്മളെ നടക്കുന്ന റിയൽ ഫണ്ടമെന്റല്. ഇപ്പൊ നമ്മൾ ചാർട്ടിലേക്ക് ടെക്നിക്കലിലൂടെ ഫണ്ടമെന്റൽ കാണുന്നത് രീതി ആര് കണ്ടുപിടിച്ചാണ്, ചാർലീസ് ഡൗ തിയറി. പ്രൈസ് ആക്ഷന്റെ പ്രീമിയം പ്രൈസ് ആക്ഷൻ, അത് ചാർലീസ് ഡൗ തിയറിയാണ്.
ടെക്നിക്കലിന്റെ പിതാവെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അത് വെച്ചുകൊണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മുമ്പോട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം വരുന്നത് എന്താണ്? നിഫ്റ്റിയിലേക്കാണ്. കാരണം ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നിഫ്റ്റി സെക്ടർ ഇൻഡെക്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും സെക്ടർ ഇൻഡെക്സിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഞാനിതാക്കലും ഒക്കെ മയക്കാണ്. മയച്ചതിന് ശേഷം ആദ്യം നമ്മൾ നോക്കാം ബേസ് ഫോം ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞു എല്ലാ സ്റ്റോക്കുകളും എങ്ങനെയാ പോവുക? എല്ലാ സ്റ്റോക്കുകളും ഈ 5 ഫോർമേഷനിലാണ് പോവുക. ഒന്നാമത്തെ എന്താണ്? ഇമ്പൾസ് കറക്ഷൻ, ഇമ്പൾസ് കറക്ഷൻ, ഇമ്പൾസ് കറക്ഷൻ, ഇമ്പൾസ് കറക്ഷൻ, ഇമ്പൾസ് കറക്ഷൻ 5+3 ആണ്. 5+3, 5+3 ഇങ്ങനെ പോയിട്ടാണ് അടുത്തതിലേക്ക് പോവുക. അതാണ് നമ്മളിവിടെ 32,000 ടാർഗറ്റ് ഒക്കെ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇത് കറക്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു കയറി പോകും. ക്ലിയർ ആയല്ലോ? അപ്പൊ നിഫ്റ്റിയിൽ ഇനി ഒരു ട്രെൻഡ് കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ ഹ്യൂജ് കറക്ഷൻ വരും. കാരണം എന്താ? ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ട്രെൻഡ് എടുത്തു കഴിഞ്ഞാൽ 50% കറക്റ്റ് ചെയ്യും. ഓക്കെ. 50% കറക്റ്റ് ചെയ്തിട്ടാണ് അടുത്ത ട്രെൻഡ് പോവുക. അവിടുന്ന് വീണ്ടും കറക്റ്റ് ചെയ്യും. എന്നിട്ടാണ് അടുത്ത ട്രെൻഡ് പോവുക. ഇതൊക്കെ ഡിഗ്രിയിൽ വരുന്നതാണ്. പക്ഷേ ഇതാണ് മൂവ്മെന്റ് ചെറിയ ടൈം ഫ്രെയിമിൽ. ഓക്കെ. ഇതിപ്പോ നമ്മൾ ഡേ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ കാണാൻ പറ്റുക. എന്ത്? ഇങ്ങനെ 5 എടുത്തു പിന്നെ 3 എടുത്തിട്ട് ഇപ്പൊ എന്താ ഇത് 50 കറക്ഷൻ ചെയ്തു. ടോട്ടൽ ട്രെൻഡിന്റെ 50 കറക്ഷൻ ചെയ്തു. എന്നിട്ട് അടുത്തതിലോട്ട് പോകും. അപ്പൊ ഇങ്ങനെയാണ് ഓരോ സ്റ്റോക്കും ഇൻഡെക്സുകളും പോയിക്കൊണ്ട് ഏത് നമ്മളെ സുഹൃത്തുക്കളോട് ഞാൻ ഒരിക്കലല്ല സുഹൃത്തുക്കളെ, ഇതാണ് ലാർജ് ക്യാപ്പ് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ലാർജ് ക്യാപ്പ് പ്രീമിയം സ്റ്റോക്കുകൾ അതെയാണ് പറയുന്നത്. ആ സ്റ്റോക്കുകളെല്ലാം ഇങ്ങനെ മന്ത്ലി ചാർട്ടിൽ മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. അല്ലേ? ഇപ്പൊ ഇവിടെ നമ്മൾ ഇൻഡെക്സ് സെക്ടർ ഇപ്പൊ സെക്ടർ ഇൻഡെക്സ് ആണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. ഫിൻ നിഫ്റ്റി. അപ്പൊ നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ആണ്. ഇതിന്റെ അകത്താണ് നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് നോക്കിക്കൊണ്ടാണ് നമ്മൾ ദിശ നിർണ്ണയിക്കുക. ഇന്നത്തെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഫിൻ നിഫ്റ്റി വരുന്നുണ്ട്. ഫിൻ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ആണ്. ഈ എല്ലാ സെക്ടറിന്റെയും സ്റ്റോക്കുകൾ ഇതിലുണ്ടാവും അല്ലെ? അതുകൊണ്ട് നിങ്ങൾക്ക് മൊത്തം മാർക്കറ്റിന്റെ സെന്റിമെന്റ് നിഫ്റ്റി 50 നോക്കിയാൽ മതി. ഇനി നിങ്ങൾക്ക് ഫിൻ നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുമെങ്കിൽ ഫിൻ നിഫ്റ്റി നോക്കണം. അതായത് ഫിനാൻസ് കമ്പനികൾ ഇപ്പൊ ഉദാഹരണത്തിന് ബജാജ് ഫിനാൻസിലൊക്കെ ട്രേഡ് ചെയ്യണമെങ്കിൽ ഫിൻ നിഫ്റ്റിന്റെ സെക്ടർ ഇൻഡെക്സ് നോക്കണം. ഇനി നിങ്ങൾക്ക് ബാങ്കിലാണ് ചെയ്യുമെങ്കിൽ ബാങ്കിന്റെ സെക്ടർ ഇൻഡെക്സ് നോക്കണം. HDFC ബാങ്കിലാണ് ചെയ്യുന്നതെങ്കിൽ. ഇനിയിപ്പോ നമ്മുടെ എന്താണ് ഐ-ടിയിലാണ് ചെയ്യുന്നതെങ്കിൽ TCS ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ-ടി നോക്കുക. അതുപോലെ FMCG, റിയാലിറ്റി അങ്ങനെ ഓരോ സെക്ടറുകൾ നോക്കുക. ഓക്കെ. ഇനിയിപ്പോ നിങ്ങൾക്ക് സെക്ടർ അറിയില്ല. ഇപ്പൊ അതിൽ കാണുന്ന മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ആണെന്ന് കാണുന്നുണ്ട് ഇപ്പൊ ടിക്കർ ടാപ്പിൽ. അല്ല ഇതിപ്പോ മിഡ് ക്യാപ്പ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിന്റെ ഇൻഡെക്സ് നോക്കിയാൽ മതി. ഇൻഡെക്സ് സെക്ടർ അതായത് മിഡ് ക്യാപ്പിന്റെ സെക്ടർ ഇൻഡെക്സ് നോക്കുക. ഇതെന്താണ്? മിഡ് ക്യാപ്പ് ആണ്. മിഡ് ക്യാപ്പിൽ 100ന്റെ സെക്ടർ ഇൻഡെക്സ് ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നോക്കുക. ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ഡൗൺ ട്രെൻഡ് ആണ്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് നോക്കുക. സ്മോൾ ക്യാപ്പിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്ന ഡൗൺ ട്രെൻഡ് ആണ്. ഓക്കെ. തീർച്ചയായിട്ടും ഇതാണ് എന്താണ് നമ്മുടെ ട്രേഡ് സെറ്റപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സെക്ടർ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ക്യാപ്പ് നോക്കുക. മിഡ് ക്യാപ്പ് ആണെങ്കിൽ ഇതാണ്, സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ ഇതാണ്. ഇത് എല്ലാ സെക്ടർ ഇൻഡെക്സും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാത്തിലും ഫോർമേഷൻ ആകുന്ന എന്താ? ഇൻഡെക്സിൽ ഇതാണ് ഫോർമേഷൻ ചെയ്യുക. അതുപോലെ സ്റ്റോക്കിന്റെ ചാർട്ടുകളിൽ ക്യാൻഡൽസ് ആണ് ഫോർമേഷൻ ചെയ്യുക. കറൻസിയിൽ ഇതാണ് ഫോർമേഷൻ ചെയ്യുക. കമ്മോഡിറ്റിയിൽ ഇതാണ് ഫോർമേഷൻ ചെയ്യുക. എല്ലാം ചലിക്കുന്നതോ? എല്ലാം ചലിക്കുന്നത് പ്രീമിയം ക്യാൻഡൽസ് അതിവിടെ കാണാം. പ്രീമിയം ക്യാൻഡൽസ് അതിന്റെ ടാർഗറ്റ് ഉണ്ട്. ഓക്കെ. അതിന്റെ പാറ്റേൺസ് ഉണ്ട്, ടാർഗറ്റ് ഉണ്ട്. അതിനുശേഷം എന്താണ്? ഇതാണ് പാറ്റേൺസ്. അതുപോലെ തന്നെ ഇത് സെക്കൻഡ് ഡിഗ്രിയിൽ വന്നു കഴിഞ്ഞാൽ ഇമ്പൾസ് കറക്ഷൻ വീണ്ടും ഇമ്പൾസ് വീണ്ടും കറക്ഷൻ ഇമ്പൾസ് ഇങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ 1 മിനിറ്റ് മുതൽ നമുക്ക് 1 മാസം വരെ ഇങ്ങനെയാണ് കാണാൻ പറ്റുക. ഒക്കെ ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതൊക്കെ ബേസ് നിങ്ങളുടെ തലച്ചോറിൽ പാകിയിടുക. ഇനി പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. മുമ്പോട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഈ ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോട്ട് എഴുതി നിങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ തീർച്ചയായിട്ടും മുമ്പോട്ട് തരുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ യൂട്യൂബിലുള്ള 2025 സ്പെഷ്യൽ വീഡിയോസ് റോൾ ബേസിൽ അതായത് ഓർഡർ ബേസിൽ കണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇതില് നിഫ്റ്റി 50ന്റെ അകത്ത് തന്നെ ഈ ജസ്റ്റ് സ്ട്രക്ചറിനൊന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ടൈം വേസ് കറക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം ഓരോ കറക്ഷനും അതായത് നിഫ്റ്റി 50ന്റെ പ്രോപ്പർ ഡേറ്റ് അല്ല ഇത്. എങ്കിൽ കൂടെ അതായത് മാർക്കറ്റിന്റെ ഈ ശരിക്കും എന്ന് പറയുന്നത് സെൻസെക്സ് ആണ് ആദ്യത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിഫ്റ്റി 50 ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ. ഇത് ഈ എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്യുന്നത് നമ്മൾ എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ കറക്ഷൻ ഇവിടെ തീർക്കാം അല്ലെ? ഇതിപ്പോ 2009 ഓക്കെ. ഇതെങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഇതിപ്പോ കൺസിഡർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? 1, 2, 3, 4, 5 എണ്ണം. 5ന് ശേഷം A, B, C ഓക്കെ ഇങ്ങനെ കൺസിഡർ ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഈ കട്ട കട്ട എടുത്ത് വെച്ച് പോകുമെന്ന് പറയില്ലായിരുന്നോ? അതാണ് ഇവിടെ ഇപ്പൊ 1, 2, 3, 4, 5 ഇതിന്റെ പ്രോപ്പർ ഫോം ഞാൻ വരക്കുന്നില്ല. അതിനുശേഷം A, B, C ഓക്കെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 1, 2, 3, 4, 5 A, B, C. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 1, 2, 3, 4, 5 A, B, C. ഇതാണ് പ്രൈസ് ബേസ് കറക്ഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? സമയം കൊണ്ട് കറക്റ്റ് ചെയ്യുന്നതില്ലേ? ഇതെന്താണ്?
ഇത് പ്രൈസ് വേസ് കറക്ഷൻ ആണ്. ഇതെന്താണ്? ഇത് പ്രൈസ് വേസ് കറക്ഷൻ ആണ്. ഇത് ടൈം വേസ് കറക്ഷൻ ആണ്. സമയം എടുത്തുകൊണ്ട് കറക്റ്റ് ചെയ്യുന്നത്. ഇത് പ്രൈസ് വേസ് കറക്ഷൻ ആണ്. ഇത് പ്രൈസ് വേസ് കറക്ഷൻ ആണ്. ഓക്കെ. അപ്പൊ കൊറോണ വരുന്നതിന് മുമ്പേ ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കൊറോണ വന്നതിന് ശേഷമല്ലേ നമ്മൾ ന്യൂസ് അറിയുന്നത്. ഇവിടെ കൊറോണ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന നമുക്ക് ഇന്നറിയാൻ പറ്റും. അതാണ് ടെക്നിക്കലിന്റെ പവർ. ഫണ്ടമെന്റൽ ഒരിക്കലും അറിയാൻ പറ്റില്ല. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നറിയാൻ പറ്റും. കാരണം എന്താ? ഇന്നലെ കഴിഞ്ഞതിന്റെ ബാക്കിയാണ് ഇന്ന് സംഭവിക്കുക. അപ്പൊ ഇന്നലെ എന്താണോ കഴിഞ്ഞതെന്ന് മെനഞ്ഞാന്ന് അറിയാൻ പറ്റും. അപ്പൊ അതായത് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്ത് ഫണ്ടമെന്റലിലൂടെ കാരണങ്ങൾ കൊണ്ടാണ് അവർ ബൈ ചെയ്യുന്നത്, സെല്ല് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ സ്മാർട്ട് മണി ഓർഡർ ഇടുമ്പോ ആരാ കാണിച്ചു തരാ നമുക്ക്? അവിടെ ഓർഡർ ഇടുമ്പോ നമ്മൾ ആരാ ഇട്ട, എങ്ങനെ ഇട്ട നമുക്ക് അതിന്റെ കാരണങ്ങൾ അറിയാൻ പറ്റും. ഒരിക്കലും അറിയാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കുന്നത് പ്രീമിയം ക്യാൻഡിൽസിലൂടെയും പ്രീമിയം പ്രൈസ് ആക്ഷൻ ക്യാൻഡിൽസ് അടങ്ങുന്ന പ്രൈസ് ആക്ഷനിലൂടെയും വേവ് തിയറിയിലൂടെയാണ്. ഇതൊക്കെ ഓർഡേഴ്സിനെ സൂചിപ്പിക്കുന്ന ടെക്നിക്കലാണ്. അപ്പൊ ആ ഓർഡേഴ്സിനെ അതിന്റെ ടാർഗറ്റ് കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തെന്നാണ് ടെക്നിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പുറത്തുള്ള സുഹൃത്തുക്കൾ പറയുന്ന RVNL അല്ലെ റെക്ട് നമ്മൾ എന്താണ് 100 165 പോയ 600 പോയ കഥയും അങ്ങനെ എല്ലാ സ്റ്റോക്കുകൾ ആര് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർ ചാർട്ടിന്റെ ടെക്നിക്കൽ ടൂൾ കിറ്റ് വെച്ചുകൊണ്ട് ടാർഗറ്റുകൾ പറയുന്നത്. അല്ലാണ്ട് ഒരിക്കലും അവർക്ക് ഈ വർഷത്തെ മൊത്തം ഫണ്ടമെന്റലോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഓർഡറോ വെച്ചുകൊണ്ട് ഒരിക്കലും ടാർഗറ്റ് പ്രൈസ് പറയാൻ പറ്റില്ല. അത് ടെക്നിക്കൽ നമ്മൾ പറയുന്നതാണ്. തീർച്ചയായിട്ടും അതിന്റെ മുകളിൽ ഇപ്പൊ ഇത് വലിയ ടൈം ഫ്രെയിമിലുള്ള ഇമ്പൾസ് കറക്ഷനാണ് നമ്മളിവിടെ കാണുന്നത് അല്ലെ? ഇമ്പൾസ് കറക്ഷനാണ് കാണുന്നത്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? വീണ്ടും ഇമ്പൾസിലോട്ടാണ് പോകുന്നത് അല്ലെ? ഇവിടെ ഒരു ടൈം വേസ് കറക്ഷൻ ഉണ്ട് വലിയ. ഇതാണ് ടൈം വേസ് കറക്ഷൻ. ഓക്കെ. ഇതാണ് നിഫ്റ്റിയുടെ ടൈം വേസ് കറക്ഷൻ. ഇതെപ്പോഴാണ് സംഭവിച്ചത്? 2002-ലാണ്. അപ്പൊ നമ്മൾ 16,000-ൽ നിന്നും നിഫ്റ്റി 22,000 പോകുന്ന പറഞ്ഞ എവിടെയാണ്? ഇവിടെ ഇത് എത്രയാണ്? 15,000. ഓക്കെ. ഈ റേഞ്ചിലാണ് നമ്മൾ പറഞ്ഞത്. അതെങ്ങനെയാ പറയുന്നത്? അത് ടെക്നിക്കൽ അടിസ്ഥാനത്തിലാണ് പറയാൻ പറ്റുന്നത് 22ലേക്ക് പോകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ മെഞ്ഞാന്ന് ഞാൻ എന്റെ കാര്യത്തിൽ ആര് പറഞ്ഞാലും നിഫ്റ്റിയിൽ ഓൾറെഡി ക്രാഷ് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റുന്ന എങ്ങനെയാ? ടെക്നിക്കൽ അടിസ്ഥാനത്തിലാണ്. ആ കാരണം എന്തുകൊണ്ടാ? സിമ്പിൾ ആണ്. അതിന്റെ ബേസ് ഫോമിനായിട്ട് സിമ്പിൾ. കാരണം നമ്മൾ പറഞ്ഞു ഒരു ട്രെൻഡ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത് കറക്ഷൻ ഉണ്ടാവും. അല്ലെ? നമ്മളിപ്പോ പറഞ്ഞത് ഒരു മിനിറ്റിലെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ പോകുമ്പോൾ അപ് ട്രെൻഡ് പോകുമ്പോൾ ക്യാൻഡിൽസ് ആണ് കാണിച്ചത്. അപ്പൊ അതിന്റെ 5 ടാർഗറ്റ് ഉണ്ടെങ്കിൽ ആ 5 ടാർഗറ്റ് കഴിഞ്ഞാൽ ബെയറിഷ് ക്യാൻഡിൽ വരും, അതിന്റെ താഴോട്ട് പോകും. എന്നിട്ട് അടുത്ത പോവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് മുൻകൂട്ടി നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇത് ഇങ്ങനെ വരും. ഒന്നിങ്ങനെ വരും. ഇങ്ങനെ ട്രെൻഡ് എടുത്ത് പോയിക്കഴിഞ്ഞാൽ കറക്ഷൻ വരും. അത് നിങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പൊ ഇതിന് കുറെ പഠിക്കാനുണ്ട് ഇതിന്റെ അകത്ത്. അത് വെച്ചുകൊണ്ടാണ് ആളുകൾ ടാർഗറ്റ് എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് മാസ്റ്റേഴ്സും വെച്ചുകൊണ്ടാണ് ടാർഗറ്റ് എടുക്കുന്നത്. പ്രീമിയം പ്രൈസ് ആക്ഷൻ പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് കോൾസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവുക. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു പ്രീമിയം പ്രൈസ് ആക്ഷന്റെ ക്യാൻഡിൽസും ഡയറക്ഷനും അതിന്റെ ടാർഗറ്റും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് വാങ്ങാം. ആ ഡിഗ്രി കിട്ടുന്ന വാങ്ങാം. സ്വന്തമായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? പക്ഷെ ഇതിന്റെ ബേസ് ഫോം ആണ് എപ്പോഴും പറയുന്നത്. ഇത് പഠിക്കാൻ ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണ്. ഓക്കെ. ആകെ ചില്ലറേ ഉള്ളൂ. അത് 5 തന്നെ ഉള്ളൂ. ഇമ്പൾസ് റൂൾസ്, ടെർമിനൽ ഇമ്പൾസ് റൂൾസ്, കറക്ഷൻ 3 ഉള്ളൂ. എത്ര? സിഗ്സാഗ്, ഫ്ലാറ്റ്, ട്രയാങ്കിൾ. പക്ഷെ അത് ഹൈലി കോംപ്ലിക്കേറ്റഡ്. അത് കണ്ണ് തെളിഞ്ഞ് വേണമെങ്കിൽ വർഷത്തിലൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നമുക്ക് ഇവിടെ കയറി ഇറങ്ങി പോകുന്നത്. അത് കണക്ട് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നലെ സംഭവിച്ചതിന്റെ ബാക്കി ഇന്ന് സംഭവിക്കുകയില്ലാണ്. ഈ എലിയോട്ട് ന്യൂ വേവ് തിയറിയിലാണ് അതിന്റെ പാറ്റേൺസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ ഇപ്പൊ ഡേ ടൈം ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ സിഗ്സാഗ് പ്രൈസ് വേസ് കറക്ഷൻ ആണ്. ഇത് കണ്ടോ? ഞാൻ പറഞ്ഞ 50% പോകും. നമ്മൾ ഫസ്റ്റ് ചാർട്ട് പഠിച്ചിട്ടില്ലായിരുന്നോ? 3 ലൈനാക്കി വരക്കുന്നുള്ളു. ഇപ്പൊ എന്താണ്? ഇവിടെ വന്നിട്ട് മുകളിലോട്ട് കയറി താഴോട്ട് പോകുക. ഇതെന്താണ്? ഇത് പ്രൈസ് വേസ് കറക്ഷൻ ആണ്. ഓക്കെ. ഇനി നമുക്ക് ടൈം വേസ് കറക്ഷനും കാണാം ഡേ ടൈം ഫ്രെയിമിൽ. ആ ഇലക്ഷന്റെ മുന്നോടിയായിട്ട് എന്താ സംഭവിച്ചത്? ആ ചെറിയൊരു റേഞ്ച് ബോണ്ട് പോലെ തന്നെ ഇതെന്താണ്? ഇത് ടൈം വേസ് കറക്ഷൻ ആണ്. കണ്ടോ? ഇത്ര സമയം ഇവിടെ എടുത്തത് അല്ലെ? ഇതെന്താണ്? ചെറിയ ക്രോസിലാണ് പോകുന്നത്. പക്ഷെ ഇത് ടൈമാണ് ഇതാക്കിയത് അല്ലെ? ടൈം എടുത്തുകൊണ്ടാണ് പോയത്. ഇനി ഇതെന്താണ്? ഇത് പ്രൈസ് വൈസ് കറക്ഷൻ ആണ്. ഇത് ഇലക്ഷന്റെ ന്യൂസ് ആണ് ഇതിന്റെ ബാക്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും? ഒരിക്കലുമില്ല. ഈ സമയത്ത് ഷോർട്ട് സെൽ ചെയ്തും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻഡിങ് ഡ്രാഗൺ എന്ന് പറയുന്ന പാറ്റേൺ ആണ് വരിക. അതും വേറെയാണ്. അതൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് പഠിക്കുന്നതാണ്. അപ്പൊ അതിനുശേഷം ഇവിടെ എന്താ സംഭവം? പ്രീമിയം ക്യാൻഡിൽസ് വന്നു. ആ ക്യാൻഡിൽസ് അറിയെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എടുക്കാം അല്ലെ? ഇതാണ് ടെക്നിക്കലിന്റെ പവർ. അപ്പോൾ ഇവിടെ സ്മാർട്ട് മണി സെല്ല് ചെയ്ത് ആരൊക്കെ സെല്ല് ചെയ്ത് എന്താണ് ഇലക്ഷനിൽ നടക്കുന്നത്, ആരാ തോക്കുക എന്നൊക്കെ അറിഞ്ഞിട്ട് കാര്യമുണ്ടില്ല. പൈസ കിട്ടണമെങ്കിൽ ഈ സ്റ്റോക്കുകളിൽ ഷോർട്ട് സെല്ല് ചെയ്യാം. അതുപോലെ ഇൻഡെക്സിൽ ഫ്യൂച്ചർ സെല്ല് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോക്കുകൾ ബൈ ചെയ്യാം. ക്യാൻഡൽസുകൾ ഇൻഡെക്സുകളുടെ ഫ്യൂച്ചർ ബൈ ചെയ്തുകൊണ്ട് ടാർഗറ്റിലേക്ക് പോവാം. ഇതാണ് വ്യക്തമായ ബേസ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇനി ഞാൻ നിഫ്റ്റിയുടെ 1 മിനിറ്റിലേക്കാണ് പോകുന്നത്. 1 മിനിറ്റിൽ നമുക്ക് എന്താ കാണാം? ഞാൻ പറഞ്ഞു 1 മിനിറ്റിൽ ക്യാൻഡൽസ് വരും. 1 മിനിറ്റിൽ ക്യാൻഡൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? തീർച്ചയായിട്ടും ആ ക്യാൻഡൽസും അതിന്റെ ടാർഗറ്റും ഉണ്ടാവും അല്ലെ?
അപ്പൊ പ്രീമിയം പ്രൈസ് ആക്ഷനിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ ടൂൾസിനും യൂസേജ് ഉണ്ട് അല്ലേ? ഇവിടെ ഇപ്പൊ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇതാണ് ഇമ്പൾസ് 1. അപ്പൊ ഇവിടെ 1 പ്രീമിയം കാൻഡൽസ് ആണ് കാണിച്ചു തരുന്നതെല്ലാം. എങ്കിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ഇത് വരച്ചു തരാം. 1, 2, 3, 4 കാണുന്നുണ്ടോ? 5. അപ്പൊ ഇങ്ങനെയാണ് ഇത് വരിക. ഓക്കെ, എല്ലാ ടൈം ഫ്രെയിം ഇതിപ്പോ നമ്മൾ കാണുന്ന ഒരു മിനിറ്റിലാണ് ഇത് കാണുന്നത് അല്ല, ഒരു മിനിറ്റിൽ. അപ്പൊ ഇവിടെ ഒരു മിനിറ്റിൽ എന്താ നമുക്ക് കാണിച്ചു തരുന്നത്? തീർച്ചയായിട്ടും പ്രീമിയം കാൻഡൽസ് ആണ്. അപ്പൊ പ്രീമിയം പ്രൈസ് ആക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ഇതിന്റെ ടാർഗറ്റ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ടാർഗറ്റ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ കംപ്ലീറ്റ് ടാർഗറ്റ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പാറ്റേൺസ് പഠിക്കുന്നുണ്ട്. ഇത് പാറ്റേൺസ് ആണ് പ്രീമിയം പ്രൈസ് ആക്ഷനിൽ. അതുപോലെ തന്നെ പ്രീമിയം പ്രൈസ് ആക്ഷന്റെ കാൻഡൽസും കൺഫർമേഷൻ ക്യാൻഡലും പഠിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെ ഓരോന്നിനും ഇത് ബെയറിഷ് ക്യാൻഡലാണ്, ഇത് ഒരു മിനിറ്റിലാണ്, ഇത് കൺഫർമേഷൻ ക്യാൻഡലാണ്, അതിന്റെ വ്യക്തമായ ടാർഗറ്റ് പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ടൈം ഫ്രെയിമിൽ നിങ്ങൾ വരാതിരിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഇമ്പൾസ് കറക്ഷനും ഇമ്പൾസ് 5 എടുത്തുകൊണ്ട് എത്ര ടൈമിൽ പോവും? ഇത് ഒരു മിനിറ്റ് ആണ്, ഒരു മിനിറ്റ് പോവും. അതുപോലെ തന്നെ ABC ഇത് എത്രയിൽ വരും? ഒരു മിനിറ്റിൽ വരും. അതുപോലെ തന്നെ 5 മിനിറ്റ് പോയി കഴിഞ്ഞാലോ? 5 മിനിറ്റിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? സെയിം അതായത് ഇപ്പൊ ഒരൊറ്റ ലെഗ് നമ്മൾ ഇവിടെ കണ്ടത് അല്ലേ? നമ്മൾ കണ്ട ലെഗ് ഏതാ? ഒരു മിനിറ്റ് ഇവിടെ മാർക്ക് ചെയ്തില്ല, ഡിലീറ്റ് ആക്കി. അപ്പൊ ഇത് വളരെ ഈസിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താ? ഇവിടെ ഇപ്പം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇമ്പൾസ് 1 ഇത്, 2 3 ഓക്കെ, 3, 4, 5. അപ്പൊ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞത് പ്രീമിയം പ്രൈസ് ആക്ഷൻ പഠിക്കണം. കാരണം അത് കംപ്ലീറ്റ് ക്യാൻഡൽസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്യാൻഡൽസുകളും ഗ്യാപ്പുകൾ എവിടെയാ പഠിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് എവിടെയാ നമ്മൾ പഠിക്കുക? പ്രീമിയം പ്രൈസ് ആക്ഷനിലാണ് പഠിക്കുക. ഇൻവെസ്റ്റ്മെന്റ് പബ്ലിക് മാർക്കറ്റ് നമ്മൾ തമ്മിലുള്ള ബന്ധം, അത് നമ്മൾ ഭക്ഷണം, വസ്ത്രം, മരുന്ന്, അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റ് അക്കൗണ്ട് അങ്ങനെ എടുക്കുന്ന IPO എന്താണ് പ്രൈമറി മാർക്കറ്റ് A to Z അത് പഠിക്കും. പിന്നീട് പഠിക്കുന്ന ട്രേഡിംഗ് ആണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ലോകത്ത് ഒരേ നിയമമാണ്, ട്രേഡിങ്ങിന് ഒരേ നിയമമാണ്. ട്രേഡിംഗിൽ നമ്പർ 1 ആയിട്ട് ചാർട്ടിന്റെ കംപ്ലീറ്റ് സെറ്റിംഗ്സ്, ക്യാൻഡിൽസുകൾ, അതിന്റെ ടാർഗറ്റുകൾ, വ്യക്തമായ സിംഗിൾ, ഡബിൾ, 3 to 4 അത് പഠിക്കാതെ നമുക്ക് ഇമ്പൾസ് കണ്ടുപിടിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. അത് പഠിക്കാതെ നേരിട്ട് ഇമ്പൾസ് പഠിക്കുന്ന ആളുകൾ വളരെ തെറ്റാണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ പ്രീമിയം ക്യാൻഡിൽസ് ആണ് കാണിച്ചു തരുന്നത് അല്ലെ? ഈ പ്രൈസ് ഗ്യാപ്പ് പ്രീമിയം പ്രൈസ് ആക്ഷനിൽ പഠിക്കുന്ന അതിന്റെ കൺഫർമേഷൻ പഠിച്ചു. അതിനുശേഷം നമുക്ക് വ്യക്തമായ ടാർഗറ്റ് ഉണ്ട് അല്ലേ? അതിനുശേഷം പാറ്റേൺസുകളും ഇൻഡിക്കേറ്ററും ചാർലീസ് ചൗ തിയറിയും കഴിഞ്ഞാലാണ് വേവിന്റെ ബേസ് തീർച്ചയായിട്ടും കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇപ്പൊ 5 മിനിറ്റ് ഞാൻ പറഞ്ഞത് എന്താ? ഏത് ടൈം ഫ്രെയിമിൽ വന്നാലും ഇതിപ്പോ നമുക്ക് എങ്ങനെ കൂട്ടാം? 1, 2, 3, 4, 5 ഓക്കെ, ഇങ്ങനെയാണ് ഇത് വരിക. അപ്പൊ ഇന്നലെ എന്താ സംഭവിച്ച ഒരു ഉദാഹരണം ഞാൻ പറയാ. ഇന്നലെ 1-2 നിന്നു. ഏത്? ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ സംഭവിച്ചതിന്റെ ബാക്കിയെന്ന് സംഭവിക്കുക. ഇന്നലെ 1-2 നിന്നു അല്ലേ? അപ്പൊ ഇത് തേർഡിലേക്ക് പോകുന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പൊ ഇന്നലെ ഒരു ഉദാഹരണത്തിന് 5 മിനിറ്റ് അല്ലേ? ഓക്കെ, ഇന്നലെ ഈ മാർക്കറ്റ് ഇവിടെ അങ്ങ് കഴിഞ്ഞു എന്ന് വെച്ചു, ഇവിടെ തീർന്നു. ഓക്കെ, അപ്പൊ ഇന്ന് രാവിലെ ഞാൻ വരികയാണ്, വന്ന് ട്രേഡ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം നോക്കുക എന്താ? ഇന്നലെ എനിക്കറിയാം ഇത് 1-2 ആയിട്ടേ ഉള്ളൂ, ഇനി 3ലേക്ക് പോകണം അല്ലേ? ഇത് എത്രയാ വരുന്നത്? 1-2 ഇവിടെ വരും. ഓക്കെ, 1-2 എടുത്തിട്ട് ഇങ്ങനെ റേഞ്ച് വെക്കുക. ആ സമയത്ത് പിറ്റേന്ന് രാവിലെ ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഇത് 1, 2 ഓക്കെ, 2ന്റെ പാറ്റേൺസ് ആണ് ഇത്. 3ലേക്ക് പോകുമ്പോൾ അത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാന്ന്. അപ്പോൾ ഇവിടെ ഇവിടെ അത് തീർന്നത് മാർക്കറ്റ് ഇന്നലെ. അപ്പൊ ഇന്ന് രാവിലെ എന്താ സംഭവിക്കുന്നത്? ഇത് താഴെ വന്നു. എനിക്കറിയാം ഇത് 3ലേക്ക് പോകാൻ ബാക്കിയുണ്ട്. കാരണം എനിക്ക് 5 അറിയാമല്ലോ. 5ഉം അറിയാം. പ്രീമിയം ടെക്നിക്കൽ പഠിച്ചിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ട്രേഡ് എങ്ങനെ ചെയ്യണമെന്നും ചാർട്ടിന്റെ സെറ്റിംഗ്സ് എന്താണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. പ്രീമിയം കാൻഡിൽസ് പഠിച്ചിട്ടുണ്ട്. ബേസ് ഓഫ് വാല്യൂഡ് ന്യൂ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം ഇത് 5 പോകുന്നുള്ളൂ. അപ്പൊ ഇന്നലെ ഞാൻ ട്രേഡ് ചെയ്ത് ഇന്നലെ ഇവിടെ നിർത്തി. ഇന്ന് രാവിലെ താഴോട്ട് ബെയറിഷ് ക്യാൻഡിൽ വരുമ്പോൾ ഞാൻ തൊട്ടില്ല. ഓക്കെ, രാവിലെ പുള്ളി സ്റ്റോക്കിൽ ചെറിയുന്ന കാര്യമാണ് പറയുന്നത്. സ്റ്റോക്കിന് രാവിലെ ഇതുപോലെ തന്നെ സ്റ്റോക്കിൽ വരും. നിങ്ങൾ TCS ഏത് എടുത്ത് പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് ഇതുപോലെ പോയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്കറിയാം ഇത് തേർഡിലേക്ക് പോകുന്നുള്ളൂ അല്ലെ? അപ്പൊ പ്രീമിയം കാൻഡൽസ് വന്നു. അപ്പൊ തേർഡ് ഉണ്ടെന്ന് എനിക്കറിയാം. തേർഡിൽ നമ്മൾ പ്രീമിയം കാൻഡൽസ് ടാർഗറ്റ് ഇവിടെ കഴിഞ്ഞു. എങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ തേർഡ് വേവിന്റെ ഇതിന് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഇവിടെ പോയി. അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ടാണ് പോകുന്നത്, തിരിച്ചു കയറി പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമ്മൾ വലിയ ഇപ്പൊ 15 മിനിറ്റ്സ് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വലിയ ടൈം ഫ്രെയിം ഈ സുഹൃത്തുക്കളെ, കേട്ടോ. ഇതാണ് ഇതിന്റെ താഴോട്ട് നിങ്ങൾ പോവാതിരിക്കുക. കാരണം എന്താ? അത് തുടക്കത്തിൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പോവാ, തുടക്കത്തിൽ പോവാതിരിക്കുക. വളരെ ഡേഞ്ചറാണ്. ഡേഞ്ചർ എന്ന് പറയുമ്പോൾ സ്വിങ് ചെയ്താൽ മതി, സേഫ് ആണ്, നെഞ്ഞെടുപ്പില്ല. ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ നെഞ്ഞെടുപ്പ് കൂടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെയ്യാൻ ബോധ്യമുള്ള ആളുകൾ ഓപ്ഷൻ ഫ്യൂച്ചർ ചെയ്യാതിരിക്കുക. കാരണം എല്ലാത്തിനും നമ്മൾ ചാർട്ടാണ് നോക്കണ്ടേ. ഇപ്പൊ നിങ്ങൾ നിഫ്റ്റിയുടെ ചാർട്ട് പോയിക്കൊണ്ട് എന്താ ചെയ്യുക? നിഫ്റ്റിയുടെ ഓപ്ഷനാണ് ചെയ്യുക. അതുപോലെ നിഫ്റ്റിയുടെ ഫ്യൂച്ചറാണ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോക്കുകളുടെ ചാർട്ട് തുറന്ന് വെച്ച് നോക്കിക്കൊണ്ട് സ്റ്റോക്കുകളുടെ ചാർട്ട് തുറന്നുകൊണ്ട് ഫ്യൂച്ചർ ഓപ്ഷൻസ് ഒക്കെ ചെയ്യുക. ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒരിക്കലും ഈ പ്രീമിയം ചാർട്ടുകൾ നോക്കരുത്. ഓക്കെ അല്ലേ?
ഇനി നമുക്ക് ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ ഇത് കണ്ടോ? ഇതെന്താ കാണാൻ പറ്റുന്നത്? 1, 2, 3, 4, 5. ഓക്കെ 5 ഇമ്പൾസ് എടുത്തുകൊണ്ടാ പോയത്. അപ്പൊ എനിക്ക് നാളെ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് എങ്ങനെയാണ് ടാർഗറ്റ് ഞാൻ കോൾസ് കൊടുക്കുന്നത്? ഫ്യൂച്ചർ ഓപ്ഷൻസിൽ നമ്മൾ ഹെഡ്ജ് കോൾസ് ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മളിന്നല്ല ആരും കൊടുക്കുന്ന ആളുകൾ എങ്ങനെയാ അത് കൊടുക്കുക? അവർക്കറിയാം ഈ പാറ്റേൺസിലൂടെ മുകളിലോട്ട് പോകുമ്പോൾ 5 പോവുക. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് മുകളിലോട്ട് ഇത് 5 പോവുക. അപ്പൊ ഇന്നലെ ഇവിടെയാ നിന്നെങ്കിൽ ഞാൻ എന്ത് നോക്കും? ക്യാൻഡിൽസ് നോക്കും. ക്യാൻഡിൽസ് നോക്കിക്കൊണ്ട് അതിന്റെ ടാർഗറ്റ് പറയും. കോൾസ് കൊടുക്കും. എന്നിട്ട് ടാർഗറ്റ് വ്യക്തമായ ടാർഗറ്റ് ഇവിടെ പറയാം. അപ്പൊ നിങ്ങളത് അവിടുന്ന് മേടിക്കുമ്പോൾ പക്ഷെ അത് മേടിക്കുന്ന ആളുകൾക്ക് ഇപ്പം എന്റെ അടുത്തുന്നല്ല ഒരാൾ എനിക്ക് കോൾസ് തരാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എനിക്ക് കോൾസ് തന്നു. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ റെക്കമെൻഡേഷനിൽ ബൈ ചെയ്യുന്നത്. പക്ഷെ ആ ബൈ ചെയ്യുമ്പോൾ നീ എന്താണ് ഇത് എന്ന് അറിയാണ്ട് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും ഒരിക്കലുമില്ല. അപ്പൊ അവിടെ നമുക്ക് പ്രീമിയം ക്യാൻഡൽസുകളും അതിന്റെ ടാർഗറ്റും അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്താവും പകുതി അറിവ് എനക്കായി. ബാക്കിയുള്ള പകുതി അവർ പറഞ്ഞു തരും. ഏത്? ഇപ്പൊ അവർക്കറിയാം ഇന്നലെ എവിടെയാണ് വന്നതെന്നുള്ളത്. അത് ഹയർ ഡിഗ്രിയിൽ. ഇത് വേവ് തിയറിയിലാണ്. നമ്മൾ നോക്കുന്നത് എന്താ പ്രീമിയം ട്രാൻസാക്ഷൻ നമ്മൾ പഠിച്ചത്. അതിന്റെ ബേസും. ഹയർ ഡിഗ്രിയിൽ ഇപ്പൊ അവർ പറയാണ് ഇവിടെ ബൈ ചെയ്തോ എന്ന് പറയും. ഇവിടെ ബൈ ചെയ്തെന്ന് പറയും ഓപ്ഷനിൽ ഇതാ ഇത്ര ടാർഗറ്റ്. അപ്പൊ അവരൊക്കെ എങ്ങനെയാ പറയാൻ പറ്റുന്നത്? അവർക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ള അറിയാം. കാരണം എന്താ? ഇന്നലെ ഇപ്പൊ 5 വേവിലാ ഇത് പോവാന്ന് പഠിച്ചു. അപ്പൊ ഇന്നലെ 1, 2 സംഭവിച്ചിട്ട് നാളെ എന്തായാലും 3 സംഭവിക്കും. അത് ഹിസ്റ്റോറിയാണ്. കഴിഞ്ഞ ഹിസ്റ്റോറി ഉണ്ട്. മുമ്പോട്ട് നമ്മൾ കാണിച്ചും തരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഓരോരുത്തരുടെ ടാർഗറ്റ് പറയുന്നത്. പക്ഷെ ഇത് തെറ്റിപ്പോകുന്നത് എന്താ ചില ആളുകളുടെ ടാർഗറ്റ്? സ്വഭാവമായിട്ടും ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ടെക്നിക്കൽ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ അത് താഴെ പോകുന്നത് അല്ലേ? ചില കോൾസ് തരുന്ന സമയത്ത് ചില ആളുകൾക്ക് തരുന്ന കോൾസുകളിൽ തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാ? തീർച്ചയായിട്ടും അത് എക്സ്പീരിയൻസിന്റെ അല്ലെങ്കിൽ പഠിത്തത്തിന്റെ കണ്ടന്റുകൾ വ്യത്യാസം ഉണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. പഠിച്ച ഏരിയ വ്യത്യാസം ഉണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ പ്രാക്ടീസ് ഇല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. അവിടെയൊക്കെ ഡിപ്പെൻഡഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മാർക്കറ്റ് വളരെ ഈസിയാണ്. ഇത് കോംപ്ലിക്കേറ്റഡ് അല്ല, അൺപ്രഡിക്റ്റബിൾ അല്ല. ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞു കറക്ഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ പറഞ്ഞ ആളുകൾക്ക് എങ്ങനെ മനസ്സിലായി? തീർച്ചയായിട്ടും അവർക്കറിയാം ട്രെൻഡ് പോയി കഴിഞ്ഞാൽ ഒരു കറക്ഷൻ ഉണ്ട്. അപ്പൊ കറക്ഷൻ കണ്ടുപിടിക്കുന്നത് ക്യാൻഡിൽസിലും വേവ് തിയറിയിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിലുമാണ്. RSI, മൂവിംഗ് ആവറേജ്, ബൊളിഞ്ചർ ബാൻഡ്, മാക്ഡി, ഫിബിനാച്ചി ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇതൊക്കെ യൂസേജ് ഉണ്ട്. ഇതൊക്കെ പ്രോപ്പർ യൂസേജ് ഉണ്ട്. അത് എവിടെ, എപ്പ, എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിഞ്ഞാൽ സഹോദരങ്ങളെ നമ്മളെ പ്രശ്നം കഴിഞ്ഞു. ഓക്കെ. അതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ഇവിടെ നമ്മൾ ഇത്ര ടൈം ഫ്രെയിം എടുത്ത് 1 അവർ 15 മിനിറ്റ്സ് 15 മിനിറ്റ്സിൽ നമ്മൾ പറഞ്ഞു അല്ലെ എന്താ സംഭവിക്കുന്നത്? 15 മിനിറ്റ്സിൽ നമ്മളെ കറക്ഷൻ ഇപ്പൊ നിഫ്റ്റിയിൽ ഓക്കെ നിഫ്റ്റിയിൽ നമ്മൾ എവിടുന്നാണ് കാണുന്നത്? കറക്ഷൻ നിഫ്റ്റിയിൽ ഇവിടുന്നാണ് അല്ലേ? അപ്പൊ ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ കറക്ഷൻ നിങ്ങളോട് പറഞ്ഞു ഡേ ടൈം ഫ്രെയിമിൽ വരുന്നു. അപ്പൊ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാ ട്രേഡ് ചെയ്യാൻ പറ്റുക? ഇവിടെ കണ്ടോ ഈ ഒരൊറ്റ ലെഗിന്റെ അകത്ത് ഇത് ഏതാണ് വലിയ ടൈം ഫ്രെയിമിൽ ഒന്നാണ്. ഇതിനാണ് ഫാക്ടേഴ്സ് എന്ന് പറയാ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ടൈം ഫ്രെയിമിൽ അതായത് നമ്മളന്ന് ബ്രിട്ടാനിയയുടെ ഒക്കെ ഇത് ചെയ്താ 3, 4, 5. അപ്പൊ എനിക്കറിയാം ഓക്കെ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ട്രേഡിങ്ങിന്റെ കഥ പറയുന്നത് ഇതിന്റെ ബാക്കിലുള്ള ഫണ്ടമെന്റൽ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു സ്റ്റോക്കിലായിക്കോട്ടെ ഇവിടെ നിങ്ങൾ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞ് അപ്പൊ നിങ്ങൾക്ക് ക്യാൻഡൽസുകൾ പഠിച്ചിട്ടുണ്ട് അവിടെ ക്യാൻഡൽസുകൾ കാണിച്ചു തരും പ്രീമിയം ബൈസാക്ഷന്റെ ടാർഗറ്റ് ഉണ്ടാവും. അപ്പൊ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ 5 മൂവ്മെന്റ് താഴോട്ട് വരും 5 മൂവ്മെന്റ് മുകളിലോട്ട് പോകും അല്ലെ? ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചു? ഒരു മൂവ്മെന്റേ സംഭവിച്ചുള്ളൂ. അപ്പൊ ഇന്ന് കഴിഞ്ഞു ഇന്നാണ് ഇവിടെ ക്ലോസ് ആയെന്ന് വെച്ചോ. സപ്പോസ് ഇന്നാണ് ഇത് സംഭവിച്ചു കഴിഞ്ഞെന്ന് വെച്ചോ. അപ്പൊ നാളെ നിങ്ങൾക്കറിയാം എന്താ ഇത് ചെറുങ്ങനെ മുകളിലോട്ട് പോയിട്ട് നാളെ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. കാരണം എന്താ നിങ്ങൾക്കറിയാം ഇത് മൂന്നാമത്തെ വേവിൽ വരുന്നു. പിന്നെ 4 വന്നു. പിന്നെ എന്താണ് അഞ്ചാമത്തെ വേവിൽ വന്നു. എന്നിട്ട് അഞ്ചാമത്തെ വേവിൽ വന്ന് ABC. അതിനുശേഷമാണ് നമ്മുടെ വലിയ ടൈം ഫ്രെയിമിൽ ഒന്നാമത്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? അത് താഴോട്ടും മുകളിലോട്ടും ഒക്കെ കണക്കാ. ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറിച്ചെന്നേ ഉള്ളൂ. അത് മുകളിലോട്ട് പോയാലും ശരി അങ്ങനെയാ വരിക. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു മിനിറ്റ്. തീർച്ചയായും സ്റ്റഡി എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ അവിടെ സമയം നോക്കരുത്. ദയവേറ്റ് കാരണം എനിക്കിതിൽ ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യുന്നതാണ്. ദയവേറ്റ് ക്ഷമയോടെ കാണുക. നമ്മളെ ഫ്യൂച്ചറിൽ നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ എന്തായി 5 അല്ലേ? ഒരു മിനിറ്റ് ഒരു 5 കൂട്ടിക്കോ. അപ്പൊ ഇനി ഇവിടെ എങ്ങനെയാ വരുന്നത്? 15 മിനിറ്റ്സ് നമുക്ക് 1 അവറിൽ പോകാം. അതായിരിക്കും നല്ലത്. എല്ലാം കണക്കാട്ടോ. 1 അവറിൽ 15 മിനിറ്റ്സ് ഒക്കെ ചെയ്യാം. ഇവിടെ ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഇവിടെ നമ്മളെ മെയിൻ ടോപ്പ് ഇതാണ് അല്ലേ? ഇവിടെ നമുക്ക് ഇതിന്റെ അകത്ത് 5 വരുന്നുണ്ട്. ഏതാണ്? ഇതാണ് നമ്മുടെ ഇതാണ് ഇപ്പൊ ഇന്നലെ എന്തുകൊണ്ടാണ് ഈ നാളെ വരാൻ പോകുന്ന സംഗതികള് എങ്ങനെയാണ് ആളുകൾക്ക് പ്രെഡിക്റ്റ് ആവുന്നതും അത് കറക്റ്റ് ആവുന്നതും. അതിനാണ് സുഹൃത്തേ ഇതിന്റെ അകത്ത് 5 ഉണ്ട്. ഏത്? ഈ ഒന്നിന്റെ അകത്ത് 5 ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 1 ഒരു ലെഗ് മുകളിലോട്ട് പോയി അത് 50% കറക്റ്റ് ചെയ്തിട്ടാണ് കറക്ഷൻ കഴിഞ്ഞിട്ട് അത് എത്ര പെർസെന്റേജ് എന്നുള്ള ഡിപ്പെൻഡ് ഓൺ പാറ്റേൺ. അതിനുശേഷം ഇതെന്താണ്? ഇത് 3 ആണ്. ഓക്കെ ഇത് 4 ഓക്കെ ഇത് 5 പിന്നെന്താണ് ABC അങ്ങനെ ഈ ഒരു മിനിറ്റ് വരക്കുന്ന നോക്കണേ ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാല്
അപ്പൊ പറഞ്ഞു വന്ന പോയിന്റ് എന്തായിരുന്നു? അതെ. ഒന്നില് വന്നിട്ടുണ്ടെങ്കില് നാളെ നിങ്ങൾക്ക് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്കറിയാം ഇത് 2 വരും. പിന്നെ അതിനുശേഷം 3 പോകും, 4 5 പോകും. കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഫണ്ടമെന്റൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവോ? ഇല്ല. 1ഉം 2ഉം 3ഉം 4ഉം 5 കറക്ഷൻ താഴോട്ട് പോകും. ഇനി ഇതെപ്പോ ട്രെൻഡ് റിവേഴ്സൽ ആവും നിങ്ങൾക്ക് ആരാ കാണിച്ചു തരാ? ട്രെൻഡ് മറിഞ്ഞ്. ഇവിടെ ആരാ കാണിച്ചു തന്നത്? പാറ്റേൺസ് ആണ്. അല്ലേ? ഇവിടെ എന്താ ഫസ്റ്റ് കാണിച്ചു തന്നത് ആരാണ്? കാൻഡിൽസ് ആണ്. അതിനുശേഷം പാറ്റേൺസ് ആണ്. അതിനുശേഷം എന്താണ്? മറ്റുള്ള ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആണ്. അപ്പൊ ഇത് ഡേ ടൈം ഫ്രെയിം. ഇതിപ്പോ 1 അവറിലൊക്കെ കറക്റ്റ് ആണ്. ഇനിയിപ്പോ മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ താഴെ റിവേഴ്സൽ കാണിച്ചുകൊണ്ട് ചില ആൾക്കാർക്ക് അത് എതം പിടിക്കുന്നുണ്ടാവില്ല. മുകളിലോട്ട് പോകുമ്പോൾ ഇത് തന്നെ സംഭവം. എന്താ കാണുന്നത്? ഓക്കെ. ഇനി മുകളിലോട്ടുള്ള കഥ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് നാളെ എന്ത് കറക്റ്റ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇതിപ്പോ എന്താ പറഞ്ഞത്? ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞ 3, 5 എണ്ണം വരുമെന്ന് പറഞ്ഞു അല്ലേ? അതാണ് ബേസ് ഫോം, പ്രീമിയം കാൻഡിൽസ് ആണ് നമുക്ക് കാണിച്ചു തരിക. ഇവിടെ എന്താ കാണിക്കുന്നത്? മൾട്ടിപ്പിൾ കാൻഡിൽസ് ആണ്. ഓക്കെ. മൾട്ടിപ്പിൾ കാൻഡിൽസ് ആണ്. അപ്പൊ 1, 2 ഇവിടെ നിൽക്കുകയെന്ന് വെച്ചോ. ഒരു ഉദാഹരണത്തിന് ഇവിടെ നിൽക്കുക. അപ്പൊ നാളെ എന്ത് സംഭവിക്കുന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും സുഹൃത്തെ. നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. കാൻഡിൽസ് നോക്കിക്കൊണ്ട് 5 ടാർഗറ്റ് പോകുമെന്ന് പറയാൻ പറ്റും. പാറ്റേൺസ് നോക്കിക്കൊണ്ട് 10 ദിവസം ഇത് കയറി പോകുമെന്ന് പറയാൻ പറ്റും. പ്രീമിയം പ്രൈസ് ആക്ഷനിൽ എലിയോട്ട് ന്യൂയോ തിയറിയിലും സോറി, അതിനുശേഷം നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഇൻഡിക്കേറ്റർ, വോളിയം സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് RSI മുന്നേ കാണിച്ചു തരും ഇത് താഴെ പോവാണെന്നുള്ളത്. പ്രൈസ് താഴെ പോവാണെന്നുള്ള RSI മുന്നേ കാണിച്ചു തരും. മാഗ്ഡി കാണിച്ചു തരും. ഫിബനാച്ചിന്റെ ഗോൾഡൻ റേഷ്യോ നമുക്ക് കാണിച്ചു തരും. എവിടെയൊക്കെ വരും? 50 വരും, 38 വരും. നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്ന 68.1. അതൊക്കെ ഗോൾഡൻ റേഷ്യോ. റെസിസ്റ്റൻസ് 70, 100. അപ്പൊ ഇതൊക്കെ കണക്ട് ചെയ്ത് ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾ പല പല ഗ്രൂപ്പ് പോയി നിൽക്കുന്നുണ്ട് അല്ലെ? സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡേഷനുള്ള കോഴ്സ് ആണ്. കാരണം നമുക്ക് പഠിക്കാൻ ഭയങ്കര സമയം ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ജോലിക്ക് പോകുന്ന ആളുകളാണ്, ടൈം ഉണ്ടാവില്ല. പക്ഷെ സുഹൃത്തെ, നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ലോകസമ്പന്നരുടെ ബിസിനസ് ആണ്. ഇത് പൈസ കൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ മെയിൻ ആയിട്ട് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോട്ട് ക്യാഷ് ആണ്. മാർക്കറ്റ് സ്റ്റോക്ക് ബൈ ചെയ്യാനും ഇൻവെസ്റ്റ് ബൈ ചെയ്യാനെല്ലാം റെഡി ക്യാഷ്, ചുടപ്പം പോലെ നമ്മൾ പണിക്ക് പോയാൽ ക്യാഷ് കൊടുക്കണം. അപ്പൊ അത് പഠിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ സേഫ്റ്റിയാണ്. മനസ്സിലാവുന്നുണ്ട്? സെൽഫ് ഇതാണ്. മറ്റുള്ള കോൾസ് നിങ്ങളിപ്പോ ഓഹരി വിപണി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പിലോ ലോകത്തുള്ള ഏത് ഗ്രൂപ്പിലും ഏത് സജഷൻസും കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രീമിയം സ്റ്റോക്കും അതുപോലെ തന്നെ ഓർഡിനറി സ്റ്റോക്കും തിരിച്ചറിയാത്തത് നമ്മുടെ എഡ്യൂക്കേഷൻ ഇല്ലായ്മയാണ്. അപ്പൊ ഇത് നാളെ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറയുന്ന സുഹൃത്തുക്കളെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ? ഇവിടെ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഡിക്റ്റബിൾ ആ സഹോദര. ഇത് പഠിച്ചാൽ പ്രഡിക്റ്റബിൾ. അതങ്ങനെയാണ് എല്ലാവരും ടാർഗറ്റ് പറയുന്നത്. മനസ്സിലാവുന്നോ? കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ടാർഗറ്റ് പറയുന്നത്? ഇതിങ്ങനെയാണ്. അതായത് 1 പോയി, 2 പോവും, 3 പോവും നമുക്കറിയാം. 4ലേക്ക് വരുന്നറിയാം, 5ലേക്ക് പോകുന്നറിയാം. അപ്പൊ നിങ്ങളിപ്പോ നിങ്ങള് എന്റെ അല്ലെ മറ്റുള്ളവരെ വിട്. നമ്മളിപ്പോ പഠിക്കുകയാണെങ്കിൽ 1ഉം 2ഉം 3ഉം പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം. 1ൽ ഇവിടെ 2 കറക്ഷൻ എടുത്തു. ഇവിടെ നമുക്കൊരു എത്ര പെർസെന്റേജാ പറഞ്ഞത്? ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഒരു ലെഗ് 50% വരും എന്ന് പറയില്ലേ? ആ 50% ഇവിടെ വന്നില്ലേ? വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മുകളിലോട്ട് പോകും. നിങ്ങൾക്കറിയാം. അതിന്റെ കാര്യകാരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ടൂൾസ് വേറെയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ ടൂൾസ്, കറക്ഷൻ, പാറ്റേൺസ്, ഇപ്പം പ്രീമിയം പ്രൈസ് ആക്ഷൻ, കാൻഡിൽസ്, പാറ്റേൺസ്, ഇൻഡിക്കേറ്റർ, പ്രൈസ് ക്യാപ്പ്, അതിലാണ് കംപ്ലീറ്റ് ഇൻഡിക്കേറ്റേഴ്സിന്റെ യൂസേജ് പഠിക്കുന്നത്. ഫിബനാച്ചിയിൽ മറ്റേ നമ്മുടെ ഗോൾഡൻ റേഷ്യോയില് ഫിബനാച്ചിന്റെ യൂസേജ് പ്രീമിയം പ്രൈസ് ആക്ഷനിലാണ്. ഇനി വേവ് പാറ്റേൺസിൽ അതിന്റെ എക്സ്റ്റൻഷനും കറക്ഷനും ഒക്കെ നമ്മൾ ഫിബനാച്ചി ടൂൾസിലൂടെയാണ് അത് നോക്കുന്നത്. ഇപ്പൊ ഓരോന്നിനും ഓരോ കാൽക്കുലേഷൻ, ഓരോ പാറ്റേൺസ് വരുമ്പോൾ അത് ഇത്ര പോകും. എത്രാന്ന്? 28.3 സിഗ്സാഗ്, ഫ്ലാറ്റ്, ട്രയാങ്കിൾ. അത് നോക്കിക്കൊണ്ട് സഹോദരാ അതിന് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ പഠനമാണ് നമ്മുടെ പ്രശ്നം സുഹൃത്തെ. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ 1000 ടൈം ഞാൻ ഗ്യാരണ്ടി ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ പറഞ്ഞ അതേ മെത്തേഡ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് അറിഞ്ഞൂടാ. എന്ത്? ഇത് ഫണ്ടമെന്റൽ നോക്കിക്കൊണ്ട് ചെയ്യേണ്ടത്. ഒരിക്കലുമല്ല സഹോദരാ. അതിന്റെ ബാക്കിൽ നടക്കുന്നത് കംപ്ലീറ്റ്ലി ഫണ്ടമെന്റൽ. ഐ അഗ്രി. എന്താണ്? സ്മാർട്ട് മണി ബൈ സെൽ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ 2 വശങ്ങളാ ഇപ്പുറത്തൂടെ കാണുകയാണ്. അതായത് ഫണ്ടമെന്റലിലൂടെ കാണുകയാണ്. അതെല്ലാം സിമ്പിൾ, ഇതാണ് സിമ്പിൾ. ഇതിന്റെ കാൽക്കുലേഷൻ പഠിച്ചുകൊണ്ടാണ് എല്ലാ ആളുകളും നിങ്ങളോട് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ സ്റ്റോക്സിന്റെ ടാർഗറ്റും ഇതെല്ലാം പറയുന്നത്. ഓക്കെ. അപ്പൊ ബേസിക് എങ്കിലും പഠിച്ചിരിക്കുക. എന്താണ് പ്രീമിയം പ്രൈസ് ആക്ഷൻ? എങ്കിൽ മാത്രമേ സ്റ്റോക്ക് സെലക്ഷൻ പറ്റുള്ളൂ. അപ്പൊ ഈ 2ൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും. കാരണം എന്താണ്? ഇത് നിങ്ങൾ വേവ് തിയറി പഠിച്ചിട്ടുണ്ട്. തേർഡ് ഇമ്പൾസ് ലെങ്തി ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ ക്യാൻഡിൽസ് നോക്കിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലോ ലോങ് സ്വിങ്ങിലോ ബൈ ചെയ്യും. അല്ല ഇനിയിപ്പോ ഇത് ഡെയിലി വന്നാലോ? ഡെയിലോട്ട് വന്ന് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ഇവിടെയൊക്കെ എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെയൊക്കെ ഇമ്പൾസ് കറക്ഷൻ ആണ്. അല്ലേ? ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ഇമ്പൾസ് കറക്ഷൻ. ഇതെന്താ ഇവിടെ ഇവിടെ എന്താണ് കാണുന്നത്? ഇതുണ്ടോ? ഇതെന്താണ് കാണാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും എല്ലാം ഇമ്പൾസ് കറക്ഷൻ ആണ്. അല്ലാത്ത എന്തെങ്കിലും ഒന്നുണ്ട് ഇവിടെ? ഏതെങ്കിലും ഒരു ഒരു ഒറ്റ മൂവ്മെന്റ് വിത്തൗട്ട് സ്ട്രേറ്റ് പോയിട്ടുണ്ടോ? വിത്തൗട്ട് കറക്ഷൻ? ഒരു സിംഗിൾ
ഇതുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയാണ് സഹോദരാ ടെക്നിക്കൽ പഠിക്കുക. അപ്പൊ ഇതിന്റെ ബാക്കിൽ ആരൊക്കെ ആയിരുന്നു? എത്ര യൂറോപ്യൻ കമ്പനികളുണ്ട്? എത്ര ഏഷ്യൻ കമ്പനികളുണ്ട്? എത്ര സ്മാർട്ട് മണിയുടെ ബുള്ളിഷും ബെയറിഷും ഡൊമസ്റ്റിക് DII ഉണ്ട്? അവരെന്തൊക്കെയാണ് ബൈ ചെയ്തത്? ഇതാണോ ട്രേഡർ മണി? ഒരിക്കലല്ല സുഹൃത്തേ. നിങ്ങൾ പഠിച്ച സ്ഥലം, പഠിച്ച രീതി ഇതൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളെ ട്രേഡിങ്ങിനെ ബാധിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദയവ് ഇത് മനസ്സിലാക്കുക. ഇത് ഷൂ എന്ന് പറയുന്ന പ്രീമിയം പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. എലിയോട്ട് ന്യൂ തിയറി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് എങ്കിൽ കൂടെ അതിന്റെ ബേസ് പഠിച്ച് അതിന്റെ ബേസ് എപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പ്രീമിയം പ്രൈസ് ആക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി പറയാൻ നമുക്ക് എല്ലാവർക്കും നല്ലോണം ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്, നമ്മൾ അൺപ്രഡിക്റ്റബിൾ, നമുക്ക് അറിയില്ല ഇതിനെക്കുറിച്ച്, അതാണ് പ്രശ്നം. അറിയാത്ത ആളുകളാണ് അങ്ങനെ പറയുക. തീർച്ചയായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് എന്താ ഇവിടെ കാണാൻ പറ്റുന്നത്? ഇപ്പൊ 2002, ഇനി നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ടൈം വേസ്റ്റ് ചെയ്യല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് കാണിച്ചു തരിക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് കണ്ടു പഠിക്കുക. അപ്പൊ എല്ലാ ടൈമിനും കറക്ഷൻ വരും. അതെന്തുകൊണ്ടാണ് വരുന്നത്? തീർച്ചയായും നമ്മുടെ ഇതെന്താ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക്? ഇതാണ് ഫസ്റ്റ് കറക്ഷൻ അല്ലേ? നിഫ്റ്റി തുടങ്ങിയ മുതൽ ഇത് റേഞ്ച് ബോണ്ടാണ്. നിഫ്റ്റി തുടങ്ങിയ അന്നും നിഫ്റ്റി തുടങ്ങിയ അന്ന് മുതൽ ഇവിടെ റേഞ്ച് ബോണ്ട. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്താ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് കണ്ടോ? ഇത് മുകളിലോട്ട് കയറി ഇറങ്ങി, ഇവിടെ കയറി ഇറങ്ങി. എന്റെ മൗസ് ശ്രദ്ധിച്ചോ? ഇവിടെ കയറി ഇറങ്ങി, ഇവിടെ കയറി ഇറങ്ങി, ഇവിടെ കയറി ഇറങ്ങി, ഇവിടെ കയറി ഇറങ്ങി. ഇതിന്റെ ടോട്ടൽ ഇറങ്ങി, ഈ കയറിയതിന്റെ ടോട്ടൽ ഇറങ്ങി. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു ട്രെൻഡ് പോലും സ്ട്രേറ്റ് ആയിട്ട് നേരെ കാണാൻ പറ്റില്ല. ഇത് ചെറിയ ചെറിയ ലെഗാണ്. ഇത് 1 അവറിന്റെ ചെറിയ ചെറിയ ലെഗാണ് നമ്മൾ ഇതിന്റെ അകത്ത് കാണുന്നത് അല്ലേ? അതുപോലെ തന്നെ എന്താ സംഭവിക്കുന്നത്? ഇത് ഡേയിന്റെ ലെഗാണ്. ടോട്ടൽ 1 അവറിന്റെ എല്ലാ ട്രേഡും കഴിഞ്ഞ് മുകളിലോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അൺപ്രഡിക്റ്റബിൾ ആണ് മാർക്കറ്റ് എന്ന് പറയുന്ന എല്ലാ സുഹൃത്തുക്കളും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് 100% പ്രഡിക്റ്റബിൾ ആണ്. കാരണം എന്താ? ഒന്ന് ഇവിടെ വന്നാൽ രണ്ട് വരും എന്ന് നമുക്കറിയാം. അത് പഠിച്ചാൽ അറിയാൻ പറ്റും. നമ്മളെ പ്രശ്നം എന്താ? നമ്മൾ പഠിക്കാത്തതുകൊണ്ട് നമുക്ക് അറിയാത്തത്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ചെയ്യാനും പറ്റും. അപ്പൊ ഒന്നും രണ്ടും വരും എന്ന് പറഞ്ഞു, മൂന്നാമത്തേത് അവിടെ വന്നു, 4 വരും എന്ന് പറഞ്ഞു, അഞ്ചാമത്തേത് ഇവിടെ വന്നു അല്ലെ? അപ്പൊ നിങ്ങൾ ഒന്നിലാണ് നിൽക്കുന്നത്, രണ്ടിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് അറിയാം ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നുള്ളൂ. അപ്പൊ അവിടെ ക്യാൻഡിൽസ് നോക്കിക്കൊണ്ട്, കൺഫർമേഷൻ ക്യാൻഡിൽസ് നോക്കിക്കൊണ്ടും പാറ്റേൺസ് നോക്കിക്കൊണ്ടും വേവ് തിയറിന്റെ കറക്ഷൻ, അതായത് പാറ്റേൺസ് നോക്കിക്കൊണ്ടും നമുക്ക് ട്രേഡ് ചെയ്യാം. അതുപോലെ 4-ൽ ഇപ്പൊ ഒന്ന് രണ്ടായി, ഓക്കെ, 3, 4-ലാണെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ അപ്പൊ നാളത്തെ പ്രഡിക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, മുൻകൂട്ടി ചെയ്യാൻ പറ്റും സഹോദര. കാരണം ഈ അഞ്ചാമത്തെ പോയിട്ട് താഴോട്ട് വരാണെങ്കിൽ 5 പോയി. ഈ സ്ട്രക്ചറിൽ അല്ലാണ്ട് മാർക്കറ്റ് എവിടെയും പോകുന്നുണ്ടോ? അതാ ഞങ്ങളോട് പറയുന്നത്. അപ്പൊ ഈ സ്ട്രക്ചറിൽ അല്ലാണ്ട് എവിടെ പോയത്? നിങ്ങൾ ഏതെങ്കിലും ഒരു ചാർട്ട് ഒന്ന് നമുക്ക് കാണിച്ചുകൊണ്ടാ, ഏതെങ്കിലും ഒരു ചാർട്ട്. അപ്പൊ ഇതാണ് പറയുന്നത് സഹോദരങ്ങളെ, പഠിച്ച് ചെയ്ത സിമ്പിൾ ആണ് ഇത്, മനസ്സിലാവുന്നത്? നമ്മൾ ഫണ്ടമെന്റൽ പോകുന്നതാണ് നമ്മുടെ തലച്ചോറ് വെള്ളമായി പോകുന്നത്. ഇവിടുന്ന് താഴോട്ട് വരുമ്പോൾ എങ്ങനെ വന്നത്? 1, 2, 3, 4, 5 കണ്ടോ? ഇവിടെ ഇങ്ങനെയാണ് 5ആയിട്ടാണ് വരുന്നത്. മുകളിലോട്ട് പോകുമ്പോൾ എങ്ങനെ പോയത്? ഇങ്ങനെയാണ് പോയത്. അപ്പോൾ മുകളിലോട്ട് പോയതിന്റെ എടുത്തും വരെ വന്ന് ഇത് മൊത്തം കട്ട് ചെയ്തോ? ഒരിക്കലും കട്ട് ചെയ്തിട്ടില്ല. ഇതെന്താണ്? അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് ആ പ്രീമിയം ലാർജ് ക്യാപ്പ് സ്റ്റോക്ക് സെലക്ഷൻ ഉണ്ട്. ഏത്? നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത്, ഒരിക്കലും ഇങ്ങനെ ഒരു സ്റ്റോക്കും പോവല്ല അല്ലെ? നമുക്ക് എല്ലാം കാണുന്നത് ഇങ്ങനെ 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 പോകുന്നത്, അതായത് കയറിയിട്ട് ഇറങ്ങിയിട്ടേ പോവുള്ളൂ. അത് ആദ്യം ഓർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താണ്? സ്റ്റോക്ക് സെലക്ഷന് വരുമ്പോ ഇങ്ങനെ ഫുള്ള് കട്ട് ചെയ്തല്ല വേണ്ടത്. മന്ത്ലി ചാർട്ടിൽ ഇങ്ങനെ കുത്തനെ മുകളിലോട്ട് പോകുന്നതായിരിക്കണം. ഫുള്ള് കട്ട് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് ഓക്കെ, ഏത് ബോട്ടം കട്ട് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് നമുക്കിവിടെ ഏതാണ് 23.8 ഇപ്പൊ ഗോൾഡൻ റേഷ്യോ ഫിബനാശി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ 20, ഇത് 38.2 ഇവിടെയെങ്കിലും മാക്സിമം ഇവിടെയെങ്കിലും വരണം. ഇതേത് നിഫ്റ്റിന്റെ അങ്ങനെ വരും? ഒരിക്കലും ഇല്ല. നല്ല പ്രീമിയം സ്റ്റോക്കുകൾ മന്ത്ലി ചാർട്ടിൽ അങ്ങനെ വരും? ഒരിക്കലും ഇല്ല. അത് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തന്നാണ്. ഒരിക്കലും ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? നമ്മൾ ഒഴിവാക്കുക. ഓക്കെ, ഇത് ടൈം വേസ്റ്റ് ചെയ്യാല്ല. ദയവായിട്ട് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എഡ്യൂക്കേഷൻ ഇല്ല എന്ന് പറയരുത്. നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറയാം. ഓക്കെ, മാർക്കറ്റിൽ എല്ലാത്തിനും എഡ്യൂക്കേഷൻ, ഇൻവെസ്റ്റ്മെന്റിന് എഡ്യൂക്കേഷൻ ഉണ്ട്, ട്രേഡിങ്ങിന് എഡ്യൂക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞു വന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് പ്രീമിയം സ്റ്റോക്ക് ഓൾറെഡി ഇങ്ങനെ ആയിരിക്കും അല്ലെ? പ്രീമിയം ലാർജ് ക്യാപ്പ് ഇതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം, ട്രേഡും ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഇൻ കേസ് അങ്ങനത്തെ സ്റ്റോക്കുകൾ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണമുള്ളോ എന്തെങ്കിലും ഒരു സെന്റിമെന്റ് ഉള്ള സ്റ്റോക്ക് 28 വരെ വരാം. ഓക്കെ, പ്രീമിയം ബസ് ഇതൊന്നും പ്രീമിയം സ്റ്റോക്ക് ഒന്നും ഒരിക്കലും കട്ട് ചെയ്ത് വരില്ല കേട്ടോ. അത് ഈ ട്രെൻഡ് ലൈനിന്റെ മുകളിൽ ഇങ്ങനെ കഴിഞ്ഞ് 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 മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് കാലങ്ങളനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. മന്ത്ലി ചാർട്ട് ഫസ്റ്റ് പറഞ്ഞ കാര്യം സെലക്ഷനിലാണ് പറയുന്നത്. സെലക്ഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കയ്യിലുണ്ടെങ്കിൽ 28 ഓക്കെ സുഹൃത്തെ. 28 താഴെ പോയിട്ട് സഹോദര ബിറ്റ് കള, ഇല്ലെങ്കിൽ 8ന്റെ പണിയപ്പോൾ അത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ട്രേഡിങ് അങ്ങനല്ല. നമ്മളിപ്പോൾ ട്രേഡിങ്ങിന് മേടിച്ചാലും എന്തിനു മേടിച്ചാലും ഒഴിവാക്കുക.
ഡേഞ്ചർ ആണത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിലും എന്താണ് പറയാൻ പറ്റുക? ഇവിടൊക്കെ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഈ 1, 2, 3, 4, 5 എടുത്തോണ്ടാ. അപ്പൊ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് നാളെ 3 വരിക നിങ്ങളോട് ആരും പറഞ്ഞു തരണം. ഒരിക്കലും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ വളരെ ലെങ്തി ആയിട്ടുണ്ടാവും. ഞാൻ ഇതിന്റെ തന്നെ ഇത് ലാസ്റ്റ് വീഡിയോ ആണ് ട്രേഡിംഗിന്റെ കംപ്ലീറ്റ് സെറ്റപ്പ് മറ്റേതൊക്കെ വരച്ച് ഇതിലിപ്പോ നമ്മളെല്ലാം കവർ ചെയ്തു. നോക്കട്ടെ ഒരു മിനിറ്റ്. ഇതിപ്പോ എന്തൊക്കെയാണ് സ്മാർട്ട് അത് ഓക്കെ. പ്രീമിയം പ്രൈസ് ആക്ഷൻ ഇത് കഴിഞ്ഞു ട്രെൻഡ്. ഓക്കെ. ഫസ്റ്റ് സ്റ്റോക്ക് സെലക്ഷൻ പറഞ്ഞു. ക്യാൻഡിൽസ് പാറ്റേൺസ് ഇൻഡിക്കേറ്റർ അത് കഴിഞ്ഞതിൽ പറഞ്ഞാണ്. ഇപ്പൊ വേവ് തിയറിന്റെ 5 ഇമ്പൾസും 3 കറക്ഷനാണ്. അതിൽ ഞാൻ നിങ്ങൾക്ക് എത്ര എല്ലാ ഡേ ടൈം ഫ്രെയിം കാണിച്ചു തന്നു അല്ലേ? ഇനി വീക്കിലി മന്ത്ലി കാണിച്ചു തരാം. ജസ്റ്റ് അത് ഇത് ആദ്യം നിങ്ങൾ സ്വന്തം കണ്ട് ഉറപ്പിക്കുക. ഇതിപ്പോ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉറപ്പിച്ച് നോക്കണം. ബേസ് ഇൻഫർമേഷൻ ചെയ്യണം. പ്രീമിയം പ്രൈസ് ആക്ഷൻ സജഷനിൽ അവിടുന്ന് ഇവിടുന്ന് മേടിക്കരുത് സുഹൃത്തെ. നിങ്ങൾ അധ്വാനിച്ച പൈസയാണ് ഗൾഫിൽ അവിടെ ഇവിടെ കിടന്നിട്ട്. അപ്പൊ തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ട് മാത്രം ചെയ്യുക. പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും ഇതൊക്കെ അങ്ങനെയാണ് ഞാനും പഠിച്ചത്. നമ്മൾ സാധാരണക്കാരല്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത്. ഓക്കെ. കുറെ സുഹൃത്തുക്കളാണ് മാർക്കറ്റ് എന്ത് പറ്റി ഇത് അൺപ്രഡിക്റ്റബിൾ ആണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നത് കേൾക്കാം. അപ്പൊ മന്ത്ലി നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇമ്പൾസ് കറക്ഷൻ. ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ കണ്ടതാണ് ഇമ്പൾസ് കറക്ഷൻ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇവിടെ ഇത് എത്രാമത്തെ വേവ് ആണിത്? ഇത് 1 ആണ്, ഇത് 2, ഇത് 3, ഇത് 4. അപ്പൊ കൊറോണയിൽ കറക്ഷൻ വരുന്നു മുൻകൂട്ടി പ്രഡിക്ഷൻ പറ്റുക ചെയ്യുന്ന ആർക്കാ? തീർച്ചയായിട്ടും ടെക്നിക്കൽ അറിയുന്ന ആളുകൾക്ക് ഇത് മുൻകൂട്ടി പറയാൻ പറ്റും. സപ്പോസ് നിങ്ങൾ 2020 കൊറോണ വന്നത്. 2019 മാർക്കറ്റ് കറക്ഷൻ പോകുന്നുള്ളത് ഇത് ടെക്നിക്കലി കാരണം ഓനറിയാം പഠിച്ച ആൾക്കറിയാം 1, 2, 3 നാലാമത്തെ ഇന്ന സ്ഥലത്താ വരിക എന്നുള്ള അറിയാം. അത് കഴിഞ്ഞാൽ അഞ്ചാമത്തേലേക്ക് പോകുന്നു അറിയാം. ഓക്കെ. അപ്പൊ അത് അവർക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഇവിടുന്ന് തന്നെ നമ്മൾ പറഞ്ഞെന്താണ് ഇവിടെ കറക്ഷൻ വരുമെന്ന് പറയാൻ കാരണം എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഫേസ്ബുക്ക് കാണിച്ചു തന്നു. മറ്റുള്ളവർക്ക് പറയാൻ പറ്റില്ല. എന്റെ ടാർഗറ്റും എന്റെ കാര്യങ്ങളും. അപ്പൊ ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഡിക്സൺ, ഡിപ്സ് ലാബ്, റെഡ്ഡീസ് ലാബ്, മറ്റേ എങ്ങനെ എന്ത് സ്റ്റോക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ എല്ലാം ടെക്നിക്കൽ. അതായത് ഇന്ന് 1ഉം 2ഉം സംഭവിച്ചു. ഇതിപ്പോ 1, 2 സംഭവിച്ചാൽ 3ലേക്ക് പോകുന്നു. 4 വന്നു കഴിഞ്ഞാൽ 5ലേക്ക് പോകുന്നു. എനിക്കറിയുന്നതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റുന്നത്. ക്ലിയർ ആയല്ലോ? ഇതിപ്പോ 1 മിനിറ്റ് ആയിക്കോട്ടെ, 5 മിനിറ്റ് ആയിക്കോട്ടെ, 15 മിനിറ്റ് ആയിക്കോട്ടെ. അപ്പൊ ഈ 5 ഇമ്പൾസ് പിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് മുകളിലോട്ടും താഴോട്ടും ഈ 5 ഇമ്പൾസ് പിടിക്കണേ പ്രിയപ്പെട്ട സഹോദര നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? പ്രീമിയം പ്രൈസ് ആക്ഷൻ ഒന്ന് പഠിക്കുക. ഓക്കെ. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റും ചെയ്യാം ട്രേഡും ചെയ്യാം. അതിന് ശേഷം പറ്റുമെങ്കിൽ ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻ ആണ്, ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഇത് ബേസ് സ്ട്രക്ചർ പറഞ്ഞതാണ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. നിങ്ങളിപ്പോ ഡേ ടൈം ഫ്രെയിമിൽ വീക്കിലിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? നല്ല പ്രീമിയം സ്റ്റോക്കുകൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇതെന്താ കാണുന്നത്? ട്രെൻഡ് കറക്ഷൻ, ട്രെൻഡ് കറക്ഷൻ, ട്രെൻഡ് കറക്ഷൻ, ട്രെൻഡ് കറക്ഷൻ, ട്രെൻഡ് കറക്ഷൻ. ഇനിയും പോവും ട്രെൻഡ് കറക്ഷൻ. അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ മാർക്കറ്റ്. അപ്പൊ ഇതിന്റെ അകത്ത് സംഭവിക്കുന്ന ചെറിയ ടൈം ഫ്രെയിമിൽ ഇതിപ്പോ ഡേ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ഡേയിൽ സംഭവിക്കുന്ന ഈ ക്യാൻഡൽസുകളെ കുറിച്ചും പാറ്റേൺസുകളെ കുറിച്ചും വേവ് തിയറിയെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് നാളെ എന്ത് സംഭവിക്കുന്നുള്ളത് 1000 ടൈം ഗ്യാരണ്ടിയോടുകൂടി നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ. അങ്ങനെ പറയുന്ന ആളുകളൊക്കെ അങ്ങനെ പറയുന്നതാണ്. ഓക്കെ. അപ്പൊ അതിന്റെ ബേസ് ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇവിടെ തന്നത്. ഞാൻ എങ്ങനെ ഇത് പറയാൻ പറ്റിയ നിഫ്റ്റി താഴെ പോകുന്നുള്ളത്? ഈ പ്രീമിയം ക്യാൻഡൽസ് കണ്ടുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുക. കാരണം അതിന്റെ വ്യക്തമായ ടാർഗറ്റ് ഉണ്ട്. പിന്നെ അവിടുന്ന് വരുമ്പോൾ പാറ്റേൺസ് ഉണ്ട് വേവ് തിയറിയിൽ. അതിനുശേഷം റേഞ്ച് ബൗണ്ട് കടന്നുകൊണ്ട് താഴോട്ട് വരും. നമ്മൾ അതിൽ പഠിക്കുന്നത് പ്രീമിയം പ്രൈസ് ആക്ഷനിൽ വീണ്ടും പോയി താഴെ വന്നു അല്ലേ? ഇനിയിപ്പോ ഇമ്പൾസീവ് അതായത് വേവ് തിയറി പഠിക്കുകയാണെങ്കിൽ ഇവിടെ എന്താ വന്നത്? ഇമ്പൾസ് കറക്ഷൻ രണ്ടാമത്തെ വേവ്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ പ്രീമിയം ക്യാൻഡൽസ് നോക്കിക്കൊണ്ട് എനിക്ക് എന്ത് പറയാം? നാളെ നിങ്ങൾക്ക് ഇതിന്റെ ടാർഗറ്റ് തരാം. നിങ്ങൾക്കും തരാം, മറ്റുള്ളവർക്ക് കൊടുക്കാം. ഇത് പഠിക്കുകയാണെങ്കിൽ. മൂന്നാമത്തത് ഓക്കെ. 3 കഴിഞ്ഞ് 4, 5. അപ്പൊ നാലാമത്തേൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്കറിയാം അഞ്ചാമത്തെ പോകുന്നുള്ളത്. രണ്ടാമത്തേൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം മൂന്നാമത്തെ പോകാന്നുള്ളത് അല്ലെ? 5ലെത്തിയാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? സഹോദര നാളെ നിഫ്റ്റി കറക്ഷൻ വരാൻ പറ്റുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ. അത് എത്ര വരും? 1, 2, 3, 4, 5 ആയിട്ട് വരും അല്ലെ? അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് മാർക്കറ്റ്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇതിന് നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും റിയൽ ചാർട്ടിൽ ഞാൻ മുമ്പോട്ട് കാണിച്ചു തരാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് നടക്കൂല. ഇതിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ. ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? പ്രീമിയം ക്യാൻഡൽസ് കൺഫർമേഷൻ ക്യാൻഡിൽ വന്നു. അതിന്റെ ടാർഗറ്റ് പോയി അല്ലെ? അവിടുന്ന് വീണ്ടും കൺഫർമേഷൻ വന്നു. തിരിച്ച് തട്ടി വീണ്ടും അവിടെ പോയി കേറി മുകളിൽ പോയി. ഇവിടെ എന്താ വന്നത്? ബെയറിഷ് ക്യാൻഡിൽ തിരിച്ചു വന്നു, താഴെ വന്നു, തട്ടി വീണ്ടും മുകളിൽ പോയി, താഴെ വന്നു. ഇങ്ങനെയാണ്. ഇങ്ങനെ ഓരോ ടൈം ഫ്രെയിമിനെ 3ആയിട്ട് മാറ്റുക. 3ആയിട്ട് മാറ്റുമ്പോൾ ശരിക്കും വരുന്നതെന്ന് വെച്ചാൽ ഇതാണ്. അതായത് ഇത് ഇമ്പൾസ് 1 ആണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെ ഞാൻ ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പകുതി കട്ട് ചെയ്തിട്ട് ഇട്ട് തരാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടൈമിന്റെ പ്രശ്നമുണ്ട്. തീർച്ചയായും സുഹൃത്തുക്കളെ നമ്മൾ 5, 8 വർഷം എടുത്ത് പഠിച്ച കാര്യങ്ങളാണ്.
ലോകത്ത് ഒരു മനുഷ്യൻ നിങ്ങളോട് ഇത് പറഞ്ഞില്ല. കാരണം എന്താ നമ്മൾ നരയിക്കുകയാണ് ട്രേഡിങ്ങിൽ. അല്ല ലക്ഷക്കണക്കിന് ആളുകൾ 4 വർഷത്തോളം നമ്മൾ കൊടുത്ത കോഴ്സുകൾ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ബേസ് അറിയാത്തതുകൊണ്ടാണ്. എന്താണ് ഇതിന്റെ ബേസ് സ്കോർ എന്നുള്ളത് പറഞ്ഞു തന്നു. അത് പിടിച്ചുകൊണ്ട് എവിടുന്നാ വെച്ചാൽ പഠിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുക സുഹൃത്തെ. മാർക്കറ്റിൽ ഒരിക്കലും ഇങ്ങനെ നരയിക്കരുത്. സമയം കൊല്ലുകയാണ് ആളുകൾ. പൈസനെയും കൊല്ലുകയാണ് എന്നാൽ അവർക്കിട്ട് ഒരു ഗ്രോത്തും ഇല്ല. അപ്പൊ തീർച്ചയായും നമ്മൾ കൊടുക്കുന്ന കോഴ്സ് ആയാലും അവരുടെ ക്വസ്റ്റ്യൻ ആൻസറിലായാലും കണ്ടമാനം ലോസാണ്. അപ്പൊ ഇത് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് തീർച്ചയായും നമ്മളെല്ലാം മലയാളികളാണ്. പഠിച്ചുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക. നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ട്രേഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അത് എങ്ങനെ എവിടുന്ന് വേണമെങ്കിലും പഠിക്കാം. പക്ഷെ പഠിക്കാതെ ചെയ്യരുതെന്ന് പറയാൻ കാരണം പൊന്നു സഹോദരാ, ഇത് ലോകസമ്പന്നരുടെ ബിസിനസ്സാണ്. ഇവിടെ പഠിക്കാതെ ചെയ്തു കഴിഞ്ഞാല് നമ്മള് കടലിൽ പോയതിന് തുല്യമായിരിക്കും. കാരണം എന്താ കടൽപ്പണി അറിയാതെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മള് അപകടത്തിൽപ്പെടും അല്ലേ? അതുപോലെയാണ് മാർക്കറ്റും. ഓക്കെ. ഇതാണ് എ-ബി-സി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ഇത് 3 ചാർട്ട് ചെയ്യുന്നത്. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ മുമ്പോട്ട് ഇടുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇതോടുകൂടി നമ്മുടെ വീഡിയോ സീരീസിന്റെ ഏകദേശം കഴിഞ്ഞ് പിന്നെ നമ്മൾ ചാർട്ടിന്റെ വേറൊരു സംഭവമുണ്ട്. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് ലൈവ് ട്രേഡും നമ്മുടെ എഡ്യൂക്കേഷണൽ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇതിന്റെ അടുത്ത പാർട്ട് ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.